സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. കേരളത്തിൽ SIR കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപായി പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരുടെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. 24,85,003 ആളുകളാണ് ആ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. 24 ലക്ഷം എന്ന് പറയുമ്പോൾ അതിൽ മരിച്ചവരുണ്ട്, സ്ഥിരമായി സ്ഥലം മാറിപ്പോയവരുണ്ട്, കണ്ടെത്താൻ കഴിയാത്തവരുമുണ്ട്. കേരളത്തിൽ നിന്ന് അർഹതപ്പെട്ടവരാരും പട്ടികയ്ക്ക് പുറത്തുപോകാൻ അനുവദിക്കില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും രാഷ്ട്രീയ പാർട്ടികളും ഉറപ്പു പറയുമ്പോഴാണ് ഇത്രയും പേർ ആ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത്. അതവിടെ നിൽക്കട്ടെ. ഇനി പറയുന്ന കണക്കാണ് വളരെ ഗൗരവത്തിൽ നമ്മൾ എടുക്കേണ്ടത്. പുറത്താകുന്ന വോട്ടർമാരിൽ 22% ആളുകൾ BJP മുന്നിലെത്തിയ നിയമസഭാ മണ്ഡലങ്ങളിലാണ്. ഒരൽപ്പം കൂടി വിശദമാക്കാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഒന്നാമതും രണ്ടാമതും എത്തിയ നിയമസഭാ മണ്ഡലങ്ങളിലാണ് പുറത്താക്കപ്പെടുന്ന വോട്ടർമാരുടെ എണ്ണം കൂടുതലുള്ളത്. കഴിഞ്ഞില്ല, ഈ പുറത്താക്കപ്പെടുന്നവരിൽ ഏറെയും അജ്ഞാത വോട്ടർമാരാണ് എന്നതുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെങ്ങനെ സംഭവിച്ചു? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ വോട്ട് രേഖപ്പെടുത്തിയ ഈ അജ്ഞാതർ പിന്നെ എവിടെ പോയി? രാഹുൽ ഗാന്ധി ഹരിയാനയിലും ബീഹാറിലുമൊക്കെ സംഭവിച്ചെന്ന് പറയുന്ന വോട്ട് ചോറിയിലേക്ക് വിരൽ ചൂണ്ടുന്നതല്ലേ ഈ കണക്കുകൾ? ഇന്ന് ഈ വിഷയം തന്നെയാണ് നമ്മൾ വിശദമായി സ്പെഷ്യൽ എഡിഷനിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. കോഴിക്കോട് നിന്ന് മുഹമ്മദ് അസ്ലം കൂടുതൽ വിശദാംശങ്ങൾ നൽകാനായി ചേരും. KT കുഞ്ഞിക്കണ്ണൻ CPM-ൽ നിന്ന്, OK ഫറൂഖ് കോൺഗ്രസിൽ നിന്ന്, വലതു നിരീക്ഷകൻ ഷാബു പ്രസാദ് എന്നിവർ ചർച്ചയിൽ അതിഥികളായി എത്തുകയാണ്. ആദ്യം നമുക്ക് ഈ ചർച്ച ഒരൽപ്പം കണക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ പട്ടിക വിശദമായി പരിശോധിച്ച ക്രോഡീകരിച്ച ഈ ഗൗരവത്തിലെടുക്കേണ്ട ചില കണ്ടെത്തലുകളിൽ എത്തിച്ചേർന്ന മുഹമ്മദ് അസ്ലമുണ്ട്. അസ്ലം, എത്രത്തോളം അസ്വാഭാവികതയുണ്ട് ഈ കണക്കിൽ? ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ 20 മണ്ഡലങ്ങളിലെ കണക്ക് തന്നെയാണ്. അതായത് കേരളത്തിൽ 140 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. ഈ 140 നിയമസഭാ മണ്ഡലങ്ങളിലെയും കണക്കുകൾ ഇപ്പോൾ SIR-ന്റെ AST ലിസ്റ്റ്, അതായത് പുറത്താക്കുന്നവരുടെ ലിസ്റ്റ് പുറത്തുവിടുമ്പോൾ അത് 25 ലക്ഷം പേർ പുറത്താകത്തുള്ളതാണ് പ്രാഥമികമായ കണക്ക്. ഇനി ഫൈനലൈസേഷൻ വരാനുണ്ട്. അതിൽ 22.26% എന്ന് പറഞ്ഞാൽ 5.5 ലക്ഷം പേരുടെയും പോകുന്നത് 20 മണ്ഡലങ്ങളിലാണെന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കണക്ക്. അതായത് വട്ടിയൂർക്കാവ് നേമം തുടങ്ങി ആറ്റിങ്ങൽ വരെയുള്ള 11 മണ്ഡലങ്ങളിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP മുന്നിലെത്തിയത്. അതായത് തൃശ്ശൂരിലെയും തിരുവനന്തപുരത്തെയും പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ. രണ്ടാം സ്ഥാനത്തെത്തിയ മണ്ഡലങ്ങളിൽ തിരുവനന്തപുരം, പാലക്കാട് തുടങ്ങിയ മഞ്ചേശ്വരം, കാസർഗോഡ് തുടങ്ങിയ ഹരിപ്പാട് വരെയുള്ള 9 മണ്ഡലങ്ങൾ. 20 മണ്ഡലങ്ങളിലെ കണക്കുകളാണ് 22%. ഇത് സ്വാഭാവികമായിട്ടൊരു അസാധാരണത്വം വരുന്നുണ്ട്. കാരണം നമ്മൾ ബാക്കിയെല്ലാ 140 മണ്ഡലങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അത് 2%, 3%, 5% എന്നിങ്ങനെയാണ് ഈ പുറത്താക്കപ്പെടുന്ന വോട്ടർമാരുടെ കണക്കെങ്കിൽ അതൊരു 5, 6, 7, 8 വരെ എത്തുന്നെങ്കിൽ അവിടെ നമുക്ക് BJP മണ്ഡലങ്ങളിലേക്ക് എത്തുമ്പോൾ അതൊരു കൂടുതലായിട്ട് വരുന്നുണ്ട്. ഇതൊരു പക്ഷേ നഗരമണ്ഡലങ്ങൾക്കൊരു സ്വാഭാവികമായ രീതിയിൽ വോട്ട് ഷിഫ്റ്റിംഗ് പാറ്റേൺ ഉണ്ട്. കാരണം പലപ്പോഴും ജോലിക്കും മറ്റുമൊക്കെ വന്ന് താമസിച്ചിട്ട് മാറിപ്പോകുന്ന ആൾക്കാരുടെ ഒരു പാറ്റേൺ ഉണ്ട്. എറണാകുളം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ അത്തരം ചില പാറ്റേണുകൾ കാണുന്നുണ്ട്. എറണാകുളത്തും ഈ വർധനമുണ്ട്. അതേസമയം BJP ലീഡ് ചെയ്യുന്ന മണ്ഡലങ്ങളിൽ മണ്ഡലങ്ങൾ മാത്രമല്ല, തൃശ്ശൂർ നോക്കുകയാണെങ്കിൽ നാട്ടികയിലും അതോടൊപ്പം തന്നെ മണലൂരും ഇരിഞ്ഞാലക്കുടയൊക്കെ തന്നെ ഇത് സംഭവിക്കുന്നുണ്ട്. മാത്രമല്ല പാലക്കാട് വടക്കാന്തര, മൂത്താന്തര ഉൾപ്പെടെയുള്ള ഒരുപക്ഷെ അങ്ങനെ പുറത്തുനിന്ന് ആൾക്കാർ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു നഗര കേന്ദ്രീകൃതമായ സ്ഥലം എന്ന് പറയാത്ത സ്ഥലങ്ങളിൽ വരെ ഈ ഒരു ഇത് നടക്കുന്നുണ്ട്. ഇത് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണെങ്കിൽ നമ്മൾ ബൂത്ത് വൈസ് നമ്മൾ പരിശോധിക്കുമ്പോഴും വളരെ ഗുരുതരം അല്ലെങ്കിൽ ഗൗരവമായ കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. നമ്മൾ 1-2 ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ വടക്കന്തര 64ാമത്തെ ബൂത്തിൽ 470 വോട്ടർമാരാണ് പോയത്. അതിൽ ഭൂരിഭാഗവും അൺട്രേസബിൾ എന്ന അവസ്ഥയിലാണ്. അത് തന്നെയാണ് തൃശ്ശൂരിലെയും തിരുവനന്തപുരത്തെയും ആറ്റിങ്ങലിലേക്ക് അവസ്ഥ. അതായത് അജ്ഞാത വോട്ടർമാർ വലിയ തോതിൽ ഈ ബൂത്തുകളിൽ വരുന്നുണ്ട് എന്നുള്ള കണക്കുകൾ വരുന്നു. അത് മറ്റ് ബൂത്തുകളുമായി, മറ്റ് മണ്ഡലങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ തുലവും വലുതാണ്, വ്യാപകം അല്ലെങ്കിൽ വലുതാണ്, അസ്വാഭാവികത ഉണ്ടെന്ന് കൃത്യമായി നമുക്ക് പറയാൻ കഴിയും. ശരി. എനിക്ക് ഇനി ചോദിക്കാനുള്ളത് ഷാബു പ്രസാദിനോടാണ്. ശ്രീ ഷാബു പ്രസാദ്, എന്തുകൊണ്ട് ഇത്രയധികം വോട്ടർമാർ BJP ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു? അതിൽ തന്നെ എങ്ങനെയാണ് ഇത്രയധികം അജ്ഞാത വോട്ടർമാർ കടന്നുകൂടിയത്? ഇത്രയധികം വോട്ടർമാർ ഒഴിവാക്കപ്പെട്ടിട്ടും എന്തുകൊണ്ട് BJPക്ക് വലിയ രീതിയിലുള്ള ഒരു ആകുലതയില്ല? ഇത് ഞാൻ പറയട്ടെ. ഇപ്പൊ ഈ ലിസ്റ്റ്, ഇപ്പൊ ഈ ഒഴിവാക്കപ്പെട്ടവരുടെ ലിസ്റ്റ് ഈ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ട് ഇപ്പൊ ഒരു 3-4 ദിവസമേ ആയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ഈ 3-4 ദിവസത്തിനുള്ളിൽ കേരളത്തിലെ 140 മണ്ഡലങ്ങൾ, നിയമസഭാ മണ്ഡലങ്ങളിലെയും ഏതാണ്ട് ടോട്ടൽ വരുന്ന 10-25,000 ബൂത്തുകളിലെയും പട്ടിക പൂർണ്ണമായും പരിശോധിച്ച് ഉറപ്പുവരുത്തി ഇങ്ങനെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയ മുഹമ്മദ് അസ്ലമിന്റെ കമ്പ്യൂട്ടർ ബുദ്ധിയെയും മീഡിയ വണ്ണിന്റെ ആ ഒരു ജനാധിപത്യത്തോടുള്ള കമ്മിറ്റ്മെന്റിനെയും ഞാൻ ആദ്യമേ അഭിനന്ദിക്കുന്നു. എന്തായാലും അത് വളരെ നന്നായി, ഗംഭീരായി. ഈ 4 ദിവസത്തിനുള്ളിൽ 25,000 ബൂത്തുകളുടെ കണക്കുകൾ പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന് പോലും, സൂപ്പർ കമ്പ്യൂട്ടറിന് പോലും സാധിക്കാത്ത കാര്യമാണ്. അങ്ങനെ ഒരു പത്രപ്രവർത്തകൻ, മാധ്യമപ്രവർത്തകൻ നിങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം.
പിന്നെ വേറൊന്ന്, ഇപ്പോൾ ദിവ്യ ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് എനിക്കും ചോദിക്കാറുള്ളത്. BJPക്ക് ഇതിൻ്റെ അകത്ത് യാതൊരു പ്രശ്നവുമില്ലല്ലോ. അതുമല്ല, ഈ ഇവിടെ SIR-നെ എല്ലാ സർവാത്മനാ പിന്തുണച്ചത് BJP ആണ് ഇവിടെ. അപ്പോ ഇത്രയധികം ഈ പറഞ്ഞ പോലെയുള്ള ഒഴിവാക്കപ്പെട്ട വോട്ടുകളുടെ ആനുകൂല്യം ലഭിച്ചത് BJP ആണെങ്കിൽ BJP കാണിച്ചത് എന്തോരു മണ്ടത്തരമാണത്. ഇതുപോലൊരു മണ്ടത്തരം കാണിക്കുക. അവർക്ക് അവരുടെ ഏറ്റവും വലിയ ശക്തിയായിരുന്നു അതൊരു വലിയ, എനിക്ക് കൊണ്ട് അവിശ്വാസം. പ്രത്യേകിച്ച് ഇതുപോലൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ ഇതിൻ്റെ അകത്തൊരു ആശങ്ക BJPക്ക് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കേരളത്തിൽ, അതായത് എന്താണ് പറയുന്നത്, ഒരു രാഷ്ട്രീയ ബുദ്ധി ഇല്ല എന്ന് വേണം നമുക്ക് അതിൻ്റെ അകത്ത് കണക്കാക്കാൻ. ഇനി വേറൊന്ന് പറയാനുള്ളത്, എന്തായാലും ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പില് ഈ മണ്ഡലങ്ങളിലെല്ലാം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ബൂത്ത് ഏജൻസ് ഉണ്ടായിരുന്നു. ആ ബൂത്ത് ഏജൻസിന്റെ കയ്യിൽ അവരുടെ ആ ബൂത്തിലെ ലിസ്റ്റ് ഉണ്ടായിരുന്നു. ആരൊക്കെ വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അവർ മാർക്ക് ചെയ്തിട്ടുണ്ടാവും, തീർച്ചയായിട്ടും മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ആ മാർക്ക് ചെയ്തതിന്റെ ഡീറ്റെയിൽസ് എല്ലാം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അതാത് ബൂത്ത് തലത്തിൽ ഉണ്ടാവും. അപ്പോൾ ഈ ഒഴിവാക്കപ്പെട്ടവർ അതിൽ വോട്ട് ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ BJP വിടും. ബാക്കിയുള്ള ഇപ്പൊ കോൺഗ്രസിന്റെയും CPM-ന്റെയും അവരുടെ പ്രസ്ഥാനങ്ങൾക്ക് അവരുടെ ബൂത്ത് ലെവൽ ഏജൻസിൽ നിമിഷങ്ങൾ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഈ പറഞ്ഞ ഒഴിവാക്കപ്പെട്ടവരുടെ ലിസ്റ്റ് അങ്ങോട്ട് കൊടുക്കുക. ഈ ലിസ്റ്റിലുള്ളവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. വളരെ എത്ര എളുപ്പമാണിത്, എത്ര സിമ്പിൾ. 20 മണ്ഡലങ്ങളുടെ കാര്യമില്ലേ ഉള്ളൂ. അപ്പം അവിടെ മാത്രമല്ല ഈ പ്രശ്നം ഉള്ളൂ. ഇപ്പം മീഡിയ ഗവൺമെന്റിന്റെ ആ വിദഗ്ധമായ കുറ്റാന്വേഷണ വൈദഗ്ധ്യത്തിൽ തെളിഞ്ഞതാണല്ലോ. അപ്പം അതൊന്ന് കണ്ടുപിടിച്ചിട്ട് ഇപ്പം നിമിഷങ്ങൾ കൊണ്ട്, ഇപ്പം കുഞ്ഞിക്കണ്ണൻ സഹാവിനെ ഇവിടെ ഇരുന്ന് ഒരു ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചർച്ച തീരുന്നതിന് മുമ്പ് അതിന്റെ വിവരം കിട്ടാനുള്ള സംവിധാനം CPM-ന് കേരളത്തിലുണ്ട്. അതിൽ പലരും അൺട്രേസബിൾ വോട്ടർമാരാണ്, കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. എവിടെയാണെന്നോ ആരാണെന്നോ എന്താണെന്നോ അറിയില്ല, അജ്ഞാത വോട്ടർമാർ. ആ ഗണത്തിലാണ് കുറെ പേർ, ഏതാണ്ട് 20% ആളുകൾ വരുന്നത്. അതല്ല ഞാൻ പറഞ്ഞത്. ഈ അൺട്രേസബിൾ ആയിട്ടുള്ളവർ ഇപ്പോൾ പുറത്താക്കപ്പെട്ടിട്ടുള്ളവർ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ലിസ്റ്റിൽ ഉണ്ടായിരുന്നവരാണല്ലോ. ആ വ്യക്തികൾ വോട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, ആ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ വോട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ മീഡിയ വണ്ണിനും ഇവിടെ ഇരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ബഹുമാനപ്പെട്ട പ്രതിനിധികൾക്കും എത്ര സമയം വേണം? എന്തായാലും 140 മണ്ഡലങ്ങളിലെ 25,000 ബൂത്തുകളിലെ കണക്കുകൾ ഈ 4 ദിവസം കൊണ്ട് ചെക്ക് ചെയ്ത് ഈ നിഗമനത്തിലെത്തിയ, ഈ വലിയ കണ്ടെത്തൽ നടത്തിയ അസ്ലമിനും മീഡിയ വണ്ണിനും. അല്ല, അതും ഞങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ട് ശ്രീ ഷാബ് പ്രസാദ്. പാലക്കാട്ടെ സ്ഥിതി, അവിടെ ഒഴിവാക്കപ്പെട്ടവരിൽ പലരും കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നതും തെളിഞ്ഞിട്ടുണ്ട്. അല്ല, ആ വോട്ട് ചെയ്തവരുടെ ലിസ്റ്റ് പുറത്തുവിടും. അതിനുശേഷം ഈ വോട്ട് ചെയ്തവർ ആർക്കാണ് വോട്ട് ചെയ്തത് എന്നും കൂടെ അറിയണമല്ലോ. വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കാര്യം ഇവിടെ ഈ മരിച്ചവരൊക്കെ വന്ന് വോട്ട് ചെയ്ത്, പരേതാത്മാക്കളൊക്കെ വന്ന് വോട്ട് ചെയ്യുന്ന വലിയൊരു പാരമ്പര്യം കേരളത്തിനുണ്ട്. പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലൊക്കെ ഓരോ ഇലക്ഷനും പരേതാത്മാക്കളെ കാണണമെന്നുണ്ടെങ്കിൽ ഇലക്ഷൻ ദിവസം കണ്ണൂർ പോയാൽ മതി എന്നൊരു രീതി തന്നെ ഇവിടെ ഉണ്ട്. അപ്പം അത് തൃശ്ശൂരിലും ഉണ്ടായിരുന്നു ശ്രീ ഷാബു പ്രസാദ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മളൊക്കെ കണ്ടതാണ്. ഒരു അപ്പാർട്ട്മെന്റിൽ പേരോ അഡ്രസ്സോ ഒന്നും അറിയാത്ത ഒരുപാട് പേർ വന്ന് അവിടെയും വോട്ട് ചെയ്തിട്ടുണ്ട്. ഈ പാതി ബന്ധ കണക്കുകൾക്ക് പകരം ഈ പറയുന്ന പോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള എന്തായാലും ഇത്ര ചെയ്തില്ലേ, ഇത് ബാക്കിയുള്ള ചെയ്യാൻ എന്താ പ്രശ്നം? അതും കൂടെ വന്നിട്ട് ഇനി തീർച്ചയായിട്ടും ഇവർക്ക് ഉറപ്പിച്ചു പറയാനും പറ്റും. കാര്യം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ തീർച്ചയായും സുരേഷ് ഗോപിക്ക് തന്നെയാണ്, BJPക്ക് തന്നെയാണ് വോട്ട് ചെയ്തിട്ടുള്ളത് എന്നും വേണമെങ്കിൽ അതീന്ദ്രിയജ്ഞാനം വഴി പറയാനൊക്കെ കഴിയുമായിരിക്കാം. പക്ഷെ അത് എന്തായാലും ആ കണക്കുകളോട് ഇന്ന് പുറത്തുവിടും. ആ വോട്ടേഴ്സിന്റെ പേര് വരെ എല്ലാം ഉണ്ടല്ലോ, എല്ലാം വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് നിങ്ങളുടെ കൺമുമ്പിലുണ്ട്. അതും കൂടെ ഒന്ന് പുറത്തു വന്നിട്ട് നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാൻ കഴിയും എന്നാണ് ഞാൻ മനസ്സിലാക്കി. ശരി, ഞാൻ ഷാബ് പ്രസാദിലേക്ക് വരാം. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഇപ്പോൾ വന്നിട്ടുള്ള ഈ കണക്കുകളിൽ ഒരു അസ്വാഭാവികതയും തോന്നുന്നില്ലേ? CPM എങ്ങനെയാണ് ഈ കണക്കുകളെ നോക്കിക്കാണുന്നത്, വിലയിരുത്തുന്നത്? CPM ഉൾപ്പെടെയുള്ള കേരളത്തിലെ BJP ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ വളരെ കൃത്യമായി പറഞ്ഞതാണ്, കേരളത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സജീവമായിരിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ എന്യൂമറേഷൻ ഫോം ഫില്ലപ്പ് ചെയ്യുന്നതിലും അത് കൊടുക്കുന്നതിലും
BLOമാരും നടത്തുന്ന ഔദ്യോഗികമായ നടപടിക്രമങ്ങളിൽ ഒരു തരത്തിലും ഇടപെടാൻ സമയമില്ലാത്തൊരു ഘട്ടത്തിലാണ്. അതുകൊണ്ട് ഇത് നീട്ടിവെക്കണം. പക്ഷെ വളരെ വാശിയോടുകൂടി ബീഹാറിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ വളരെ വാശിയോടുകൂടി ഇലക്ഷൻ കമ്മീഷൻ ഇത് നടത്തിയേ പറ്റൂ എന്ന നിർബന്ധത്തിൽ ഒരാഴ്ച പോലും സമയം കൊടുക്കാൻ തയ്യാറായില്ല. കോടതി ചില നടപടികൾ സ്വീകരിച്ചെങ്കിലും വളരെ തിടുക്കപ്പെട്ട് എന്തിനു വേണ്ടി ഈ പട്ടിക ഇപ്പോൾ ഉണ്ടാക്കി. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ എന്താണ്, പരമാവധി ഒഴിവാക്കപ്പെടുന്ന ഓരോ ബൂത്തിൽ നിന്നും എന്താണ് 50 or 60 പേരായിരിക്കും. അതെ, ശരാശരി 50 പേരെങ്കിലും ഒഴിവാക്കപ്പെടാമെന്നാണ് പറയുന്നത്. ഇപ്പോൾ വന്നു നോക്കുമ്പോൾ എന്താ നമ്മൾ കാണുന്നത്, ചില ബൂത്തുകളിൽ നിന്ന് ഇലക്ഷൻ കമ്മീഷൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ തന്നെ അത് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്ന മനുഷ്യർ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. 2024 വോട്ട് ചെയ്തവർ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ഷാവു പ്രസാദ് മനസ്സിലാക്കണം. ചില ബൂത്തുകൾ, തിരുവനന്തപുരത്തെ ഒരു ബൂത്തിലെ, എനിക്ക് തോന്നുന്നത് ആ ബൂത്ത് 138 നമ്പർ ബൂത്താണെന്ന്, ആ ബൂത്തിലെ മൊത്തം ഉള്ള ബൂത്ത് 1200 വോട്ടർമാരിൽ 710 പേരെ ഒഴിവാക്കുകയാണ്. എങ്ങനെയാണ് ഈ 710 പേരെ ഇത്രയും ഓർഗനൈസ്ഡ് ആയിട്ട് ആളുകൾ ഒഴിവാക്കപ്പെട്ടത്? അത്തരത്തിലുള്ള എത്രയോ ബൂത്തുകൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? എന്തായിരുന്നു താല്പര്യം? പിന്നെ മറ്റൊരു വിഷയം, ഇപ്പോൾ ഷാവു പ്രസാദ് ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നത് രാഷ്ട്രീയ കക്ഷികളൊക്കെ ഒന്ന് ഫോൺ ചെയ്തിട്ട് ഈ 2024 തെരഞ്ഞെടുപ്പിൽ ആർക്കൊക്കെയാണ് വോട്ട് ചെയ്തതെന്ന് വെച്ചു. അദ്ദേഹം ഒരു രഹസ്യ ഏർപ്പാടാണ്, രഹസ്യ ബാലറ്റാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. അവരാർക്കാ വോട്ട് ചെയ്തതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ആങ്കർ പറഞ്ഞല്ലോ, ദിവ്യ പറഞ്ഞല്ലോ, തൃശ്ശൂരിലെ സുരേഷ് ഗോപി ജയിച്ച ആ മണ്ഡലത്തിൽ ഒരു അപ്പാർട്ട്മെൻറ്റിൽ 11 വോട്ടർമാരുണ്ടായിരുന്നു. ആ വീടുമായി യാതൊരു ബന്ധവുമില്ലാത്ത എവിടെയൊക്കെയുള്ള ആളുകളെ അവിടെ വോട്ടർമാരായി ചേർത്തിരിക്കുന്നു. ഈ ഒരു സ്ട്രാറ്റജി തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യത്തെ, നമ്മുടെ സമ്മതിദാനാവകാശ നിയമത്തെ, നമ്മുടെ ജനപ്രാതിനിധ്യ നിയമത്തെ അട്ടിമറിക്കുന്ന രീതിയിൽ ഈ രാജ്യത്ത് പരീക്ഷിക്കുന്ന പാർട്ടിയാണ് നിർഭാഗ്യവശാൽ ഷാവു പ്രസാദ് പ്രതിദാനം ചെയ്യുന്ന BJP. ആ BJP എന്നിട്ട് ഞങ്ങളോട് പറയാണ്, എന്ന് നിങ്ങൾ പരിശോധിക്കൂ എന്ന്, എന്താണ്, ഇരകളെ ഇങ്ങനെ കുറ്റവാളികളാക്കരുത് കേട്ടോ. ഈ രാജ്യത്തെ ജനാധിപത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന സമ്മതിദാനാവകാശം പൗരൻ്റെ മൗലിക അവകാശമാണ്, വ്യക്തിയുടെ മൗലിക അവകാശമാണ്. ഒരു ജനാധിപത്യ പ്രക്രിയയിൽ വിശ്വസിക്കുന്ന ആളുകൾക്കത് നിഷേധിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. മറ്റൊരിടത്തു നിന്നാണ് വോട്ട് ചെയ്യവർ പോലെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ എവിടെയുമുള്ള ആളുകളെ ഇവിടെ ചേർത്തിട്ട് എന്നിട്ട് എന്താണ് അവരെയൊക്കെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിച്ച് സുരേഷ് ഗോപിമാർക്ക് ജയിച്ച് പാർലമെൻറ്റ് അംഗമാകാം. എന്നിട്ട് ഇപ്പോൾ ഞങ്ങളോട് പറയുന്നു നിങ്ങളത് പരിശോധിക്കുന്നു. ഇപ്പോൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ ഒരു വീട്ടിൽ അപ്പാർട്ട്മെൻറ്റ്, മാധ്യമങ്ങളെല്ലാം പുറത്തു കൊണ്ടുവന്ന കാര്യമാണ്. നമ്മുടെ മുമ്പിൽ അതിൻ്റെ വിഷ്വൽസ് ഇപ്പോഴുമുണ്ട്. ആ വീട്ടുടമ സംസാരിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. ആ വീട്ടിൽ ആകെ 2 അംഗങ്ങളേ ഉള്ളൂ. 11 വോട്ടർമാർ വന്നു. ആ പ്രദേശത്തുകാർ പോലുമല്ല, തൃശ്ശൂരിൽ താമസിക്കുന്ന ആളുകൾ പോലുമല്ല. അപ്പോൾ നിങ്ങൾ ബോധപൂർവ്വം ഇങ്ങനെ വോട്ടർമാരെ ചേർക്കുന്നുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങളൊരു രാഷ്ട്രീയ സ്ട്രാറ്റജിയാണത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാൻ കഴിയാവുന്ന രീതിയിൽ ഇലക്ഷൻ കമ്മീഷനെ ഈ SIR വഴി, സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ വഴി നിങ്ങൾ ഒരു നീക്കം നടത്തുകയാണ്. അതൊരു ഫാസിസ്റ്റ് നീക്കമാണ്. അത് നമ്മുടെ രാജ്യത്തെ ജനപ്രാതിനിധ്യ നിയമത്തെയും സമ്മതിദാനാവകാശ ആ നീക്കത്തെ വേണ്ട തരത്തിൽ ടേക്കപ്പ് ചെയ്യാൻ CPM-ന് കഴിഞ്ഞിട്ടുണ്ടോ? ഇത്രയും ദിവസമായിരിക്കുന്നു ഈ പട്ടിക പുറത്തു വന്നിട്ട്. പക്ഷേ ഇങ്ങനെ ഒരു ഗുരുതരമായ പ്രശ്നങ്ങൾ, വലിയ രീതിയിലുള്ള അസ്വാഭാവികത ഉണ്ട് എന്ന് പോലും, ആ ഒരു രീതിയിലുള്ള ഒരു ഗൗരവത്തിലുള്ള ചർച്ച പോലും ഇതുവരെയും കണ്ടിട്ടില്ല ഏത് ഭാഗത്തു നിന്നും. അല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രതിനിധി ഇലക്ഷൻ കമ്മീഷൻ വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ പോയിട്ട് അവിടെ നിലപാട് പറയുക മാത്രമല്ല, ഞങ്ങൾ അടിത്തട്ടിൽ 23-ാം തീയതി വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു വരും. ഞങ്ങളിത് കൃത്യമായിട്ട് 23-ാം തീയതി തൊട്ട് ഞങ്ങളിത് പരിശോധിക്കും. എവിടെയൊക്കെ ആരെയൊക്കെയാണ് കണ്ടെത്താനാവാത്തത്, ആരെയൊക്കെയാണ് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടത്, അതിൽ ജീവിച്ചിരിക്കുന്നവരെത്ര, അവർക്ക് വോട്ടവകാശം ഉറപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ഞങ്ങൾ പോകും. ഞങ്ങളിപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഒരു ഔദാര്യം പോലെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഇനിയും ചേർക്കാൻ അവസരമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മറ്റൊരു വിഷയമാണ്. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ പ്രതിരോധിക്കും, ഇത് കണ്ടെത്തും. അതേ സമയത്ത് തന്നെ ഇവിടെ ദിവ്യ സൂചിപ്പിച്ചതുപോലെ ഇതിനെതിരായിട്ട് അതിശക്തമായ ബഹുജനാഭിപ്രായം, രാഷ്ട്രീയ പ്രതിരോധം ഉയർത്തിക്കൊണ്ടുവരേണ്ടത് പ്രതിപക്ഷ പാർട്ടികളുടെ പരിശോധന ആരംഭിച്ചു കഴിഞ്ഞു. അങ്ങനെ ഒരു പരിശോധന ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ശരി. ഓക്കെ, ഫാറൂഖ് ഉണ്ട്. ഫാറൂഖ്, രാഹുൽ ഗാന്ധി ദേശീയ തലത്തിലടക്കം വലിയ രീതിയിൽ വെളിപ്പെടുത്തലുകൾ നടത്തി കേന്ദ്ര സർക്കാരിനെതിരെ, BJP-ക്കെതിരെ ഉയർത്തിക്കൊണ്ടുവന്നതാണ് വോട്ട് ചോരി ആരോപണം. സമാനമായ രീതിയിൽ ആ സംശയത്തിലേക്ക് തന്നെയാണ് ഈ കണക്കുകളെല്ലാം വിരൽ ചൂണ്ടുന്നത്. പക്ഷേ ഇവിടെ കേരളത്തിൽ ഇത്രയധികം വലിയ രീതിയിലുള്ള അസ്വാഭാവികത വോട്ടർ പട്ടികയിൽ ഉണ്ടായിട്ടും, ഈ ഒഴിവാക്കപ്പെട്ടവരുടെ പട്ടികയിൽ ഉണ്ടായിട്ടും, കോൺഗ്രസ് എത്രത്തോളം ജാഗരൂകരാണ് അക്കാര്യത്തിൽ? ഇവിടെ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് നമുക്കറിയാം. പണ്ട് ജവഹർലാൽ നെഹ്റു മുതൽ ഇത്രയും കാലം മൻമോഹൻ സിംഗ് ഭരിച്ചു വരുന്ന കാലം ആ ഇലക്ഷൻ കമ്മീഷനും എല്ലാം ഒരു നിഷ്പക്ഷത ഉണ്ടായിരുന്നു. പക്ഷേ
കുറച്ച് അടുത്ത മാസങ്ങൾക്ക് മുമ്പാണ് ശ്രീ രാഹുൽ ഗാന്ധി ഒരു വലിയ ആറ്റം ബോംബ് തന്നെ പൊട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ ധ്വംസനമായി ആ ധ്വംസകരായി ഇവിടുത്തെ RSS സംഘപരിവാർ ഈ ഭരണകൂടം എത്തിയിരിക്കുന്ന രീതിയിൽ അദ്ദേഹം ഇവിടെ വോട്ട് ചോരി, നമുക്കറിയാം കർണാടകയിൽ അതുപോലെ ബീഹാറിൽ ഹരിയാനയിലൊക്കെ ഉണ്ടായ സംഭവങ്ങൾ നമ്മളെല്ലാം ഞെട്ടിപ്പിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ജനാധിപത്യം ഈ രാജ്യത്ത് പുലർന്ന് എന്നും കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ സാധാ പൗരനും ഒരിക്കലും കേൾക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ് ശ്രീ രാഹുൽ ഗാന്ധി ഒരുപക്ഷെ ഇവിടെ നമ്മുടെ ജനങ്ങൾക്ക് മുന്നിൽ പുറത്തു കൊണ്ടുവന്നത്. ആ വോട്ട് ചോരിയിൽ നമുക്കറിയാം ബാംഗ്ലൂരിൽ ഒരു അസംബ്ലി മണ്ഡലത്തിൽ മഹാദേവ്പുരം എന്ന് പറയുന്ന ഒരു അസംബ്ലി മണ്ഡലത്തിൽ 1,00,000-ൽ പരം വോട്ടുകൾ കള്ളവോട്ട് ചേർത്തതും അവിടെ അവരുടെ പേര് AGPSKR അച്ഛൻ്റെ പേര് MTNAR എന്ന പേരും അതുപോലെ ഒറ്റ റൂമിൽ 80, 100, 150 വോട്ടുകളുള്ള ഒരു സാഹചര്യം ഇവിടെ കണ്ടു. അതിശക്തമായ രീതിയിൽ കോൺഗ്രസ് ഈ ജനാധിപത്യത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു പോരാട്ടം ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ 14-ാം തീയതി കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ തന്നെ വലിയൊരു പ്രക്ഷോഭം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വളരെ ശക്തമായ ഒരു പ്രതിഷേധങ്ങളുമായി ഞങ്ങൾ മുന്നോട്ടുണ്ട് ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ. യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി ജനങ്ങളുടെ ഒരു മാൻഡേറ്റുള്ള സർക്കാരല്ല. നരേന്ദ്രമോദി സർക്കാർ ഒരു മാനിപ്പുലേറ്റഡ് സർക്കാരാണ്, ഒരു കൃത്രിമ സർക്കാരാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഇനി നമുക്ക് ഇവിടെ വന്നാൽ കേരളത്തിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലാണ് 24 ലക്ഷത്തിൽ പരം ആളുകളെ ഈ SIR മുഖേന വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രത്തോളം സംഘടനാ സംവിധാനം, ഇത്രത്തോളം ബൂത്തിലൊക്കെ ഇറങ്ങാൻ അത്രത്തോളം പ്രവർത്തകർ ഓരോ രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടാകുമ്പോൾ പോലും ഇവിടെ പോലും ഇങ്ങനെ ഉണ്ട് എന്ന് കേൾക്കും. ഇത്രയും വലിയൊരു അംഗങ്ങൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോയെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാവരും ഞെട്ടിയിരിക്കുകയാണ്. അവിടെ ഞാനിപ്പോൾ ഇരിക്കുന്നത് പാലക്കാട്. അപ്പോൾ പാലക്കാട് മാത്രം നമുക്ക് എടുത്തു പറയാം. പാലക്കാട് ഇപ്പോൾ ഇവിടെ 2 പ്രദേശങ്ങൾ വളരെയേറെ BJPക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള മറ്റൊരു രാഷ്ട്രീയ പാർട്ടികൾക്കും അവിടേക്ക് എൻട്രി ഇല്ലാത്ത സ്ഥലമാണ് മൂത്താന്തറയും അതുപോലെ വടക്കന്തറയും. അവിടുത്തെ ഒരു സാഹചര്യങ്ങൾ എടുത്തു നോക്കൂ. ഞാൻ പറയുന്നത് മീഡിയ വൺ തന്നെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ബൂത്ത്, ഞാൻ പാലക്കാട് ജില്ലയിലെ തന്നെ തൃത്താല അസംബ്ലിയിലെ 63-ാമത്തെ ബൂത്തിലൊരു വോട്ടറാണ്. എൻ്റെ SIR പ്രകാരം എൻ്റെ ബൂത്തിൽ 73 വോട്ടുകളാണ് ഇപ്പോൾ നീക്കം ചെയ്തിട്ടുള്ളത്. ആ 73 വോട്ടിൽ ഭൂരിപക്ഷവും ഡെത്താണ്, അതുപോലെ തന്നെ ഷിഫ്റ്റഡാണ്, മറ്റു ഏതെങ്കിലും ഭാഗത്ത് വോട്ടുള്ളവരാണ്. എന്നാൽ പാലക്കാട് ഈ വടക്കന്തറയിലെ ഒരു ബൂത്തിൽ 425 പേരെയാണ് SIRൽ നിന്നും പുറത്താക്കിയിരിക്കുന്നത്. എന്താണ് റീസൺ പറയുന്നത്? അവിടെയാണ് അൺട്രേസബിൾ ആണ്, അവരെ കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പോൾ കണ്ടെത്താൻ കഴിയാൻ ഇങ്ങനെ ആളുകളില്ല. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് മാത്രമാണ് ഈ ആളുകൾ വോട്ടർ പട്ടികയിൽ വരുന്നതും വോട്ട് ചെയ്യുന്നതും. ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ തന്നെ കണ്ടെത്തിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ പാലക്കാട് 36-ാമത്തെ ബൂത്തിൽ സീരിയൽ നമ്പർ 27, 79, 87 ഇവരിപ്പോൾ ഓൾറെഡി അൺട്രേസബിളാണുള്ളത്. പക്ഷേ ഇവർ ഈ കഴിഞ്ഞ നിയമസഭ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല, പാലക്കാട് ഒരു ഉന്നതനായ BJP നേതാവിൻ്റെ ഫ്ലാറ്റിൽ 50 പേരെ അനധികൃതമായ 50 വോട്ടുകൾ അവിടെ ചേർത്തിട്ടുണ്ട്. ഞങ്ങളത് പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിന്മേൽ നടപടികളില്ല. അപ്പോൾ പാലക്കാട് വടക്കന്തറയിലും മൂത്തന്തറയിലും ഇപ്പോൾ നേരത്തെ ഇവിടെ ഷാബു പ്രസാദ് പറഞ്ഞു ആരുടെ വോട്ട് നമുക്ക് നിർവചിക്കാൻ കഴിയുമോ, നമുക്ക് കണ്ടെത്താൻ കഴിയുമോ ചോദിക്കും. നിങ്ങൾ വടക്കന്തറയിലേക്ക് വരണം, നിങ്ങൾ മൂത്താന്തറയിലേക്ക് വരണം. അവിടെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ആളുകൾക്ക് മാത്രമല്ല, മാധ്യമങ്ങൾക്ക് പോലും വിലക്കാണ്. അങ്ങോട്ട് വരാൻ പാടില്ല, അകത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല. 1000-ൽ പരം വോട്ടുകൾ ഇപ്രാവശ്യത്തെ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഭൂരിപക്ഷമുള്ള വാർഡുകളാണ് BJPക്ക്. അപ്പോൾ അവിടെ മാത്രം എങ്ങനെയാണ് ഈ 400-ഉം അല്ലെങ്കിൽ 600-ഉം വോട്ടുകൾ അജ്ഞാതരായി മാറുന്നത്? അതറിയണ്ടേ? ഒരു BJP നേതാവിൻ്റെ ഒരു ബൂത്ത്, ഉന്നതനായ BJP നേതാവിൻ്റെ ഒരു ബൂത്ത്, 25-ാമത്തെ ബൂത്ത്, ഞാനതിന് കണക്കെടുത്തതാണ്. അവിടെ 288 വോട്ട് ഈ വോട്ടർ പട്ടികയിൽ പേരില്ല. ആ 288-ൽ 215 പേരും അൺട്രേസബിളാണ്, കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, അജ്ഞാതരാണ്. അപ്പം ഇവരുടെ നേതാക്കന്മാർ, ഇപ്പം ഞങ്ങളിതാ കൂടുതൽ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ശക്തമായി തന്നെ
ഇതിന്റെ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുള്ളത് ശരി ശരി ശ്രീ ശ്യാം പ്രസാദ്, നമുക്ക് മറ്റിടങ്ങളിലേക്കൊന്നും നോക്കേണ്ട. പാലക്കാടേക്ക് വരാം. പാലക്കാട് ഇപ്പോൾ ഫറൂഖ് പറഞ്ഞതുപോലെ വടക്കന്തറ, മൂത്താന്തറ BJPയുടെ ശക്തി കേന്ദ്രങ്ങളാണ്. അതിൽ താങ്കൾക്ക് സംശയമൊന്നുമില്ല. അതിൽ ചില ബൂത്തിലെ ചെറിയ ചില വിവരങ്ങൾ, ചില കണക്കുകളാണ്. വടക്കന്തറ GUP സ്കൂളിലെ ബൂത്ത് നമ്പർ 63, അവിടെ ഒഴിവാക്കിയത് 470 വോട്ടർമാരെ. അതിൽ അജ്ഞാതർ 305 പേരാണ്. ഇനി ബൂത്ത് 56 നോക്കിയാൽ 248 പേരെ ഒഴിവാക്കി, 156 പേർ അതിൽ അജ്ഞാതർ. ആരാണ് ഈ അജ്ഞാതർ? ഇവരെവിടെ പോയി? അതല്ലേ ഇപ്പം ഈ പറഞ്ഞ ബൂത്തുകളല്ല, ഈ പറഞ്ഞ മണ്ഡലങ്ങളല്ല, ഈ പറഞ്ഞതുപോലെ BJPയുടെ ശക്തി കേന്ദ്രങ്ങളാണ് എന്ന് പറയുന്നത്. BJPക്ക് പൊതുവെ കുറച്ച് കൂടുതൽ പിന്തുണയുള്ള സ്ഥലങ്ങളാണ്. അവിടെ ഈ രീതിയിൽ ഇങ്ങനെ നടന്നിട്ട് ഇത്രയും പേരെ ഒഴിവാക്കിയപ്പോൾ BJPക്ക് ഒരാശങ്കയും അതിൻ്റെ അകത്തില്ല എന്നുള്ളത് നിങ്ങളെ അത്ഭുതപ്പെടുത്തത്തില്ലേ? അത് ഒന്ന് ആലോചിച്ചു. ഇതിൻ്റെ അകത്ത് ഏറ്റവും അധികം ഭയപ്പെടേണ്ടത് സത്യത്തിൽ ഈ SIR-നെ ഏറ്റവും അധികം, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങളുടെ നിലപാടനുസരിച്ച് ഈ SIR-നെ ഏറ്റവും അധികം ഭയപ്പെടേണ്ടതും അത് വേണ്ട 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 എന്ന് ശക്തമായി വാദിക്കേണ്ട ഒരു പാർട്ടി BJP ആയിരുന്നു, അല്ലേ? നോക്ക്, നിങ്ങളുടെ ഈ കണ്ടെത്തൽ പ്രകാരം ഏറ്റവും അധികം ക്ഷീണം സംഭവിച്ചിരിക്കുന്നത് BJPക്കാണ്. പക്ഷെ BJPക്ക് അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. പ്രശ്നം വന്നിരിക്കുന്ന മുഴുവനും CPM-നും കോൺഗ്രസിനുമാണ്, മീഡിയ മുന്നിലുമാണ്. അതാണ് ഇതിൻ്റെ അകത്തെ വിരോധാഭാസം എന്ന് പറയുന്നത്. നോക്കൂ, ഇനി വേറൊരു കാര്യമുണ്ട്. ഈ ലിസ്റ്റ് ഇപ്പൊ ഒഴിവാക്കപ്പെട്ടവരുടെ ലിസ്റ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടേ ഉള്ളൂ. ഇനിയും 2 മാസത്തോളം ഇതിന്റെ ഹിയറിങ്ങിന് സമയമുണ്ട്, ഇതിന്റെ കറക്ഷന് സമയമുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് പ്രോസസ്സ് കഴിഞ്ഞ് ഫെബ്രുവരി 16 ആണെന്ന് തോന്നുന്നു ഫൈനൽ ലിസ്റ്റ് വരുന്നത്. ഇപ്പം നിങ്ങളുടെ ഈ ആശങ്കയും ഈ ബഹളവും കണ്ടു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു, പരിപാടി ആശങ്കയല്ല ശ്രീ ഷാബു പ്രസാദ്, വലിയ രീതിയിലുള്ള മാനിപ്പുലേഷൻ വോട്ടർ പട്ടികയിൽ നടന്നിരിക്കുന്നു എന്ന് തന്നെയാണ്. ഇത്രയധികം അജ്ഞാതമായ വോട്ടർമാർ എങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കുന്നത്? നിങ്ങൾ മിണ്ടാത്തത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കള്ളക്കളി പുറത്തു വരുമെന്നതുകൊണ്ടല്ലേ? അല്ല, ഇപ്പൊ ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഈ ഞങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഇപ്പത്തെ ഇവിടെ കുഞ്ഞിക്കണ്ണൻ സഖാവ് എന്നെ BJP പ്രതിനിധിയൊക്കെ ആക്കിയിരിക്കുന്നു. നിങ്ങൾക്കും അറിയാം ഞാൻ എങ്ങനെയാണ് ഈ ചർച്ചയിൽ വന്നത്. നിങ്ങൾക്ക് BJPയുടെ ഓഫീസിൽ നിന്ന് തന്നാണോ, നിങ്ങൾ എന്നെ നേരിട്ട് വിളിച്ചതാണോ? നിങ്ങൾക്കറിയാവുന്ന കാര്യമാണത്. എനിക്ക് തോന്നുന്നില്ല BJP നിങ്ങളുടെ ചർച്ചയിൽ വരാറുമില്ലെന്ന് തോന്നുന്നു. ഇനി എന്തോ ആയിക്കോട്ടെ, ഇനിയിപ്പം അത് അദ്ദേഹത്തിന് അങ്ങനെ പറയാനൊരു പ്രത്യേക താല്പര്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞോട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇനി അതല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോഴും ഞാൻ ദിവ്യയോട് ചോദിക്കുന്ന, ദിവ്യ ആദ്യം ചോദിച്ച അതേ ചോദ്യമാണ്. എന്തുകൊണ്ടാകും, നിങ്ങളൊന്നും ഹൈപ്പോത്തറ്റിക്കൽ ആൻസർ ആയാലും മതി, എന്തുകൊണ്ടായിരിക്കും BJPക്ക് ഇതിൻ്റെ അകത്തൊരു ആശങ്കയില്ലാത്തത്? പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നിരിക്കുമ്പോൾ എന്തുകൊണ്ടായിരിക്കും BJPക്ക് ഇതിൻ്റെ അകത്ത് യാതൊരു ആശങ്കയും അവർ കാണിക്കും? ആശങ്ക മുഴുവൻ കാണിക്കുന്നത് CPM-ഉം ഇവരുമാണ്. എന്ത് അൺട്രേസബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കണ്ടില്ല, അവരെ BLO അന്വേഷിച്ച് ചെന്നപ്പോൾ കണ്ടില്ല. അതേപോലെ തന്നെ ഇപ്പൊ ഇവിടെ കുഞ്ഞിക്കണ്ണ സഖാവ് പറഞ്ഞു, കഴിഞ്ഞ ഇലക്ഷന് വോട്ട് ചെയ്ത പലരും ഈ ലിസ്റ്റിലില്ല. അതുണ്ടാകും. ഇപ്പൊ ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഇലക്ഷന് ഇവിടെ കോഴിക്കോട് വോട്ട് ചെയ്ത ആളാണ്. പക്ഷെ 2002 ലിസ്റ്റിൽ ഞാൻ ഈ കോഴിക്കോടല്ല ഉള്ളത്. എന്റെ വോട്ട് പന്തളത്താണ്, എന്റെ സ്വദേശം അവിടെ ആ വോട്ട് ഇത് കൃത്യമായിട്ട് ഈ ഫോം ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടില്ല എങ്കിൽ, ആ പന്ത്രണ്ട് ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്റെ പേര് ഈ ലിസ്റ്റിൽ ഉണ്ടാവില്ല. സംശയം എന്തായില്ല, ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ. അങ്ങനെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും അവരെ ഹിയറിങ്ങിന് വിളിക്കും, അവർ കാര്യങ്ങൾ ബോധിപ്പിക്കാനുള്ള സമയം ഉണ്ടാകും. ഇങ്ങനെ ഒരുപാട് പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷമേ ഫൈനൽ ലിസ്റ്റ് വരുള്ളൂ. ഇനി ഫൈനൽ ലിസ്റ്റിലും ഇല്ല എന്നിരിക്കട്ടെ, അവർക്ക് വീണ്ടും വോട്ട് ഫോം 6 ഫില്ല് ചെയ്ത് കൊടുത്ത് വീണ്ടും അവർക്ക് വോട്ട് ചേർക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഫൈനൽ ലിസ്റ്റ് വന്നിട്ട് ഒരുപാട് പേർ ഒഴിവായെങ്കിൽ മാത്രം ആശങ്കപ്പെടാം എന്നാണോ BJPയും NDA ഒക്കെ തീരുമാനിച്ചിട്ടുള്ളത്? അല്ലല്ല, അതെ, BJP എപ്പോഴാണ് ആശങ്കപ്പെടുന്നത്, അതിന്റെ സമയവും കാലമൊന്നും അവിടെ എപ്പോഴാണ് കുറിച്ച് വെച്ചിരിക്കുന്നത് അതൊക്കെ നിങ്ങൾക്കറിയായിരിക്കും, എനിക്കറിയും. എന്തായാലും ഇപ്പോഴത്തെ എന്റെ അറിവനുസരിച്ച് BJPക്ക് ഇതിൻ്റെ അകത്ത് ടെൻഷനും ഇല്ല, ആശങ്കയും ഇല്ല. നിങ്ങളുടെ ഭാഷ്യപ്രകാരം, നിങ്ങളുടെ നറേറ്റീവ് പ്രകാരം ഇതിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായിരിക്കുന്നത് BJPക്കാണ്. BJPയാണ് ഇതിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടേണ്ടത്. പക്ഷെ അവർക്കൊട്ട് ആശങ്കയിട്ടില്ലത്. ശരി, അസ്ലം ഷാബു പ്രസാദ് പറഞ്ഞ ആ കാര്യത്തിലേക്ക് വരാം.
എന്തുകൊണ്ടാണ് BJP ആശങ്കപ്പെടാത്തത്? ഈ രീതിയിൽ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് വലിയ രീതിയിൽ വോട്ടർമാർ വെട്ടിമാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും BJPയുടെ ഭാഗത്തു നിന്നാണല്ലോ ഒരു പ്രതികരണം വരേണ്ടത്. ഇതുവരെയും അവർ പ്രതികരിക്കാൻ നേതൃതലത്തിൽ നിന്ന് ആരും തന്നെ തയ്യാറായിട്ടില്ല എന്നത് ശ്രദ്ധേയമല്ലേ? പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് ശരിയാണ്. രണ്ട് കാര്യങ്ങളുണ്ടാവും. ഒന്ന്, SIR-നെ കേരളത്തിലെ ദേശീയ തലത്തിൽ തന്നെ പിന്തുണയ്ക്കുന്ന ഒരു പാർട്ടിയാണ് BJP. സ്വാഭാവികമായിട്ടും അതിലുണ്ടാവുന്ന ഈ ഒഴിവാക്കലിനെ കുറിച്ചുള്ള പ്രതികരണം തെറ്റായി പ്രതികരിക്കുന്നതിലൊരു പ്രശ്നമുണ്ട്. രണ്ടാമത്, നമുക്ക് വോട്ട് ചോരി സംബന്ധിച്ചുള്ള ദേശീയ തലത്തിൽ തന്നെ ഉയർന്ന കാര്യങ്ങളുണ്ട്. SIR ഇതിപ്പോൾ ആദ്യഘട്ടം മാത്രമാണ്. എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും കരട് പട്ടികയ്ക്ക് വരും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇപ്പോഴത്തെ നിഷ്പക്ഷതയും അത് എത്രത്തോളം BJPക്ക് സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ നമുക്ക് വളരെ വ്യക്തമായി ആരോപണങ്ങൾ മുന്നിലുണ്ട്. മാത്രമല്ല, ബ്രസീലിയൻ മോഡലിൻ്റെ ഫോട്ടോ വെച്ചതിന് നിരവധി വോട്ടർ പട്ടിക വന്ന ഒരു രാജ്യമാണ്. എന്ന് പറഞ്ഞാൽ BJPക്ക് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വിശ്വാസം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കലങ്ങി തിരിഞ്ഞ് വരട്ടെ, ഒരുപക്ഷെ ഫൈനലിസ്റ്റ് വരുമ്പോൾ ഇതിനേക്കാൾ അപ്പുറത്തെ വോട്ടർമാരുണ്ടാവും എന്നുള്ള അവരുടെ ഹരിയാനയിലും ഫയൽസും മറ്റൊക്കെ പുറത്തുനിന്ന് രേഖ വെച്ചുകൊണ്ടുള്ള നമ്മളെ കണക്ക് നോക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആ സുതാര്യതയിൽ അല്ലെങ്കിൽ വോട്ടർ പട്ടിക വീണ്ടും വരുമ്പോൾ അവർക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും പ്രതികരിക്കാത്തത്. നമ്മൾ ഈ ഘട്ടത്തിൽ ഈ കാര്യം പുറത്തു പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, പുറത്തു വരുന്ന ഡോക്യുമെന്റുകൾ അത് കൃത്യമാണ്. കാരണം നമ്മൾ ഈ ഹരിയാന ഫയൽസ് മറ്റൊക്കെ എത്രത്തോളം വിവരാവകാശം ലഭിച്ചതാണ് നേടി അല്ലെങ്കിൽ ആവശ്യപ്പെട്ട് ലഭിച്ചു. ഇതങ്ങനെയല്ല. പുറത്തു വരുന്ന ഡേറ്റയിൽ ഈ വരുന്ന അസ്വാഭാവികത അത് നോട്ട് ചെയ്തപ്പെട്ട് പോകണം. ഇനി അടുത്ത ഘട്ടത്തിൽ വീണ്ടും കരട് രേഖകൾ വരും. ഓരോ ഘട്ടങ്ങളും നിരീക്ഷിക്കേണ്ടി വരും. ഇതുകൊണ്ടെല്ലാം കംപ്ലീറ്റ് ആയെന്നല്ല. പക്ഷേ ഇത് എന്തുകൊണ്ട് ഈ വോട്ട് വന്നു, എന്തുകൊണ്ട് ഇവിടെ അൺട്രേസബിൾ ആവുന്നു, എന്തുകൊണ്ട് ഇത് കിട്ടാതെ പോകുന്നു, അത് BJPയുടെ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ശക്തി കേന്ദ്രങ്ങൾ, മറ്റൊന്ന് ഈ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച്. ഇന്ന് മന്ത്രി വി ശിവൻകുട്ടി തന്നെ തിരുവനന്തപുരത്തെ കാര്യം പറഞ്ഞു. 12,000 ഫ്ളാറ്റുകൾ തിരുവനന്തപുരം മണ്ഡലത്തിൽ ആകെയുണ്ട്. ഇവിടെ ഈ ഫ്ളാറ്റുകൾ പരസ്പരം അവർക്ക് തന്നെ അറിയാൻ പറ്റില്ല. അതുകൊണ്ട് അജ്ഞാത വോട്ടുകൾ ചേർക്കാനുള്ള സാധ്യത കൂടുതലാണ്. ബൂത്തിൽ ആളുണ്ടായ പോലും അത് തിരിച്ചറിയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ആ അർത്ഥത്തിലുള്ള ഈ വോട്ടുകൾ എങ്ങനെ വരുന്നു, ഏതിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ഒരു BJPയുടെ ഒരു പാറ്റേണിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ അതിൻ്റെ വോട്ടുകളുടെ വർധനയിലെ അസ്വാഭാവികതയെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് പറ്റുന്ന ഒരു ഡോക്യുമെൻ്റാണ്, വിവരമാണ് എന്നുള്ളതാണ് നമ്മുടെ ഈ ചർച്ച ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രീ KT കുഞ്ഞിയുടെ ഞാനൊന്ന് VS സുനിൽകുമാർ ഷെയർ ചെയ്തൊരു പോസ്റ്റാണ്. അത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ കണക്കാണ്. അത് ശ്രീ ഷാപ്രസാദ് കൂടി ഒന്ന് ശ്രദ്ധിക്കണം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് 3-ാം സ്ഥാനത്തായിരുന്നു NDA. 24-ൽ ഒന്നാമതായി 4,12,338 വോട്ട് നേടി NDA ഒന്നാമതെത്തി. 25-ൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നോക്കൂ. 3-ാം സ്ഥാനത്തേക്കാണ് NDA എത്തിയിരിക്കുന്നത്. 2,20,303 വോട്ടായി കുറഞ്ഞിരിക്കുന്നു. BJPയുടെ വോട്ടുകൾ എവിടെ പോയി എന്നൊരു ചോദ്യം അവിടെയുണ്ട്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഇവിടെ നോക്കൂ. ഈ തൃശ്ശൂരിലെ വോട്ട് കൊള്ളയ്ക്ക് സമാനമായ രീതിയിൽ പലയിടത്തു നിന്നും ആൾക്കാരെ ഇവർ ലക്ഷ്യമിടുന്ന ശക്തി കേന്ദ്രങ്ങളിൽ BJPക്ക് മുന്നേറാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്ന മണ്ഡലങ്ങളിലേക്ക് എത്തിക്കുന്നു. അവിടെ നിന്ന് ഇവർ വോട്ട് ചെയ്യുന്നു. പിന്നീട് ഇവർ അപ്രത്യക്ഷരാകുന്നു. വലിയ രീതിയിലുള്ള വോട്ടുകൊള്ള അത് ഈ തൃശ്ശൂരിൽ മാത്രമല്ല, അത് മറ്റ് പലയിടങ്ങളിലും നടന്നിട്ടുണ്ട് എന്നതുകൂടിയല്ലേ ഈ കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും അത് ഷാബു പ്രസാദിനെ ഒരു സംശയിക്കേണ്ട ഒരു ആവശ്യമില്ല. അയാൾ BJPയെ സ്വയം പ്രതിനിധീകരിക്കുന്നില്ല, ഞാനൊരു നിരീക്ഷകൻ മാത്രമാണെന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഷാബു പ്രസാദ് അങ്ങ് സംശയിക്കേണ്ടതില്ല. വാരണസിയിലെ ഒരു വോട്ടർ എങ്ങനെയാണ് ബാംഗ്ലൂർ ലോക്സഭാ മണ്ഡലത്തിൽ വോട്ട് ചെയ്ത് രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവന്നതിൽ ഒരു പ്രധാനപ്പെട്ട വിവരമായിരുന്നു അത്. ആ ഡാറ്റ എന്താണ് സൂചിപ്പിക്കുന്നത്? വാരണസിയിലെ വോട്ടറാണ് അയാൾ. നരേന്ദ്രമോദിയുടെ നിയോജക മണ്ഡലത്തിലെ വോട്ടറാണ്. അയാൾക്ക് എവിടെ വോട്ടുണ്ട്? ബാംഗ്ലൂരിലും വോട്ടുണ്ട്. അതിന് സമാനമായ രീതിയിൽ പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ അടിച്ചുകൂട്ടി ഈ അപ്പാർട്ട്മെൻറ്റുകളിൽ വോട്ടർമാരായി ചേർത്ത് അവിടുത്തെ ഗൃഹനാഥന്മാർക്ക് പോലും അറിയില്ല ഇവരാരാണെന്ന്. അവരുടെ പട്ടികയിൽ ഇവരുടെ പേര് വരികയാണ്. അതിന് സമാനമാണ് BJP 1-ാം സ്ഥാനത്തും 2-ാം സ്ഥാനത്തും നിൽക്കുന്ന 20 നിയോജക മണ്ഡലങ്ങളുടെ കണക്കാണ്, വസ്തുതകളാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ആ വസ്തുതകൾ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ട്. ഇതെന്തുകൊണ്ട് സംഭവിച്ചു? ഇലക്ഷൻ കമ്മീഷൻ ഇത് ബോധപൂർവം കണ്ടെത്താനാവാതെ തള്ളിക്കളഞ്ഞതാണോ? അല്ല, ഈ വസ്തുത ഇത് തന്നെയാണ്. ഇവിടെ ഇവരുടെ 2002-ലെ വോട്ടർ പട്ടികയുമായിട്ട് മാപ്പ് ചെയ്യാൻ കഴിയുമ്പോഴാണല്ലോ ലിസ്റ്റിൽ വരിക. അങ്ങനെ മാപ്പ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ അപേക്ഷ തള്ളിപ്പോയിട്ടുണ്ടാവുക, ഇവർ സ്വീകരിക്കപ്പെടാതെ പോയിട്ടുണ്ടാവുക. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ്, എന്തോ അവിഹിതമായി അധാർമികമായി നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിനെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നിങ്ങളെന്താണ് നിശബ്ദത പാലിക്കുകയാണ്. മൗനം വിദ്വാനുഭൂഷണം എന്നതുപോലെ എന്താണ് BJPക്കാരും മിണ്ടുന്നില്ല. അപ്പോൾ ഇവിടെ അസം സൂചിപ്പിച്ചതുപോലെ തന്നെ അവർ കാണുന്ന എന്താണ്, ഈ സംവാദങ്ങളും ചർച്ചകളും ഒക്കെ നടക്കട്ടെ, എല്ലാം കലങ്ങി തെളിഞ്ഞ് വരുമ്പോൾ ഞങ്ങളെ വഴിക്ക് ഇലക്ഷൻ കമ്മീഷനെ കൊണ്ടുവരാമെന്നും ഞങ്ങൾക്ക് ആ പഴയ പണി എന്നുള്ളത് മിസ്റ്റർ ഗോൾവാൾക്കറുടെ വളരെ കുപ്രസിദ്ധമായൊരു വാക്കാണ്. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ ഗുരുജി നമ്മുടെ പണി എന്തായിരിക്കുമെന്ന് RSSകാർ സ്വാതന്ത്ര്യത്തിൻ്റെ തൊട്ടുമുമ്പ് നടന്ന പക്വാര OTC ക്യാമ്പിൽ ചോദിക്കുന്നുണ്ട് ഗുരുജിയോട്. ഗോൾവാൾക്കർ നേരിട്ട് ഹാജരായ OTC ക്യാമ്പാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് സ്വാതന്ത്ര്യം കിട്ടുമെന്നുള്ളതിന് ഒരു ഉറപ്പൊന്നുമില്ല, പക്ഷേ നെഹ്റു ഗവൺമെൻറ് രൂപീകരിക്കാൻ പോവുകയാണെന്നെല്ലാം ആളുകൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്കാർക്ക് ഭരിക്കാൻ കഴിയില്ല, അങ്ങനെ ഭരിച്ചാൽ തന്നെ നമ്മളെന്താണ് പഴയ പണി തുടരുമെന്നാണ്.
ആ പഴയ പണി എല്ലാം കലങ്ങി തെളിയുമ്പോൾ തുടരാമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഹരിയാനയിലും മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നിങ്ങൾ ബീഹാറിലടക്കം സ്വീകരിച്ച ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി കേരളത്തിൽ നടപ്പാക്കാനാണ് നിങ്ങൾ ഇരിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെയൊക്കെ പ്രബുദ്ധതയും നീതിബോധവും മലയാളിയുടെ ജനാധിപത്യ ബോധവും അതിനനുവദിക്കുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ മൂത്താന്തറ ഉൾപ്പെടെയുള്ള ഫറൂഖ് ഇവിടെ സൂചിപ്പിച്ചല്ലോ, ആ പ്രദേശങ്ങൾ വളരെ വളരെ വസ്തുതാപരമായ അദ്ദേഹം ഇവിടെ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. അതിനെ സംബന്ധിച്ച് നിങ്ങളൊരക്ഷരം മിണ്ടുന്നില്ല. നിങ്ങൾ പറയുന്നത് എന്താണ്? ജീവിച്ചിരിക്കുന്ന പലരും ഈ പട്ടികയിൽ വന്നിട്ടില്ല. 2004 വോട്ട് ചെയ്ത പലരും ഈ പട്ടികയിൽ വന്ന അക്കൂട്ടത്തിലാണോ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ തന്നെ, ഒരു വീട്ടിൽ തന്നെ, ഒരു താമസ സ്ഥലത്ത് തന്നെ എങ്ങനെയാണ് 100ഉം 200ഉം വോട്ടർമാർ വരുന്നത്? കേരളത്തിലെ കുടുംബഘടന നമുക്കറിയാമല്ലോ. ഒരു കുടുംബത്തിൽ അങ്ങനെ വരുമോ? 100, 200 വരുമോ? 3, 4, 5, 6 അപ്പുറത്ത് ഒരു കുടുംബത്തിൽ വോട്ടർമാരുണ്ടാവും. അപ്പോൾ ഇത്രയധികം ആളുകൾ എങ്ങനെയാണ് നിങ്ങൾ കൊണ്ടുവന്ന് ചേർക്കുകയാണ്? അപ്പോൾ അത് ഈ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഉത്തരം പറയാൻ ബാധ്യസ്ഥമായ ഒന്നാണ്. നിങ്ങളുടെ ഈ വോട്ട് ചോരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടിയായിട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതാണ് സുനിൽകുമാറിൻ്റെ പോസ്റ്റ് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി കേരളത്തിൽ ജയിച്ചു പോയത് തെറ്റായ മാർഗത്തിലൂടെയാണ്, വോട്ട് കൊള്ളയിലൂടെയാണെന്നാണ് ഈ ഡാറ്റകൾ, ഈ വിവരങ്ങൾ തന്നെ ഇപ്പോൾ ശ്യാമപ്രസാദ്. ഈ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഈ കണക്കുകൾ നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു വോട്ടിന്റെ ഇടിവ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ NDAക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ചെറിയ കണക്കല്ല, അത് നല്ല വലിയ കണക്ക് തന്നെയാണ്. ഏതാണ്ട് 2 ലക്ഷത്തോളത്തിന്റെ കുറവ് വന്നിട്ടുണ്ട്. ഈ വോട്ടുകളൊക്കെ എവിടെ പോയി? അപ്പോൾ BJPക്ക് വോട്ട് കുറഞ്ഞു എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. കഴിഞ്ഞ തവണ ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി എന്ന ആളുടെ ആ വ്യക്തിയുടെ വലിയ ഒരു ഇമേജ് അവിടെ ഉണ്ടായിരുന്നു. അതുമല്ല, അവിടെ ആ രീതിയിലുള്ള വളരെ പ്രധാനമന്ത്രിയൊക്കെ വന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്, രാജ്യം ഭരിക്കുന്നത് ആരാണ് ആരാവണം എന്നുള്ളതിന്റെ തെരഞ്ഞെടുപ്പാണ്. അതിന്റെ ഒരു ഇമ്പാക്ട് ഒരു ദേശീയ തലത്തിലുള്ള അവിടെ ഒരു കേന്ദ്രമന്ത്രി ഉണ്ടായിട്ടും അപ്പോൾ ഒരു ഇമ്പാക്റ്റും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ സമ്മതിക്കുകയാണ്. ഈ 1 വർഷം കൊണ്ടാണ് ഈ കുറവുണ്ടായിട്ടുള്ളത്. അവിടെ കുറഞ്ഞതും തോറ്റതുമല്ലേ? ഇപ്പൊ ഇവിടെ കാലാകാലങ്ങളിലായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഗ്രാമപഞ്ചായത്തുകളിൽ വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചുകൊണ്ടിരുന്ന ഇടതുപക്ഷത്തിന് എന്താ സംഭവിച്ചത്? ഇവിടെ കഴിഞ്ഞ 10-30 വർഷമായിട്ട് അതെന്ത് സമീകരണമാണ് ഷാബു പ്രസാദ്? തെരഞ്ഞെടുപ്പ് തോൽക്കുന്ന നമുക്ക് മനസ്സിലാക്കാം. വോട്ട് കുറയുന്നത് എന്തുകൊണ്ടെന്നാണ് ചോദിക്കുന്നത്. സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തില്ല. വോട്ടേഴ്സ് ലിസ്റ്റില് ഈ 2.78 കോടി വോട്ടർമാരുള്ള കേരളത്തില് ഇപ്പൊ എന്താണ് 2.54 കോടിയേ ഉള്ളൂ. എങ്ങനെ ഈ വോട്ട് കുറഞ്ഞു? ഈ 24 ലക്ഷത്തോളം വോട്ടുകൾ എങ്ങനെ കുറഞ്ഞു? അതിൽ 2 ലക്ഷത്തോളം വോട്ട് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കുറഞ്ഞിരിക്കുന്നതാണ് പറയുന്നത്. അതിന് നിങ്ങൾ ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ്. നിങ്ങൾ നിരീക്ഷകനാണെന്ന് ഒരു ഉപായം പറഞ്ഞ് രക്ഷപ്പെടരുത്. നിങ്ങൾ ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ് ഇത്തരം ചർച്ചകളിൽ. BJPക്ക് വോട്ട് കുറഞ്ഞതിന്റെ ഉത്തരവാദിത്വം BJPക്ക് വോട്ട് തീർച്ചയായിട്ടും BJP അതിന്റെ എനിക്കറിയില്ലെന്ന്. അത് BJPക്ക് കുറഞ്ഞു, വോട്ട് കുറഞ്ഞു. അവരുടെ വർക്കിന്റെ കുഴപ്പം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ സ്ഥാനാർത്ഥികളുടെ കുഴപ്പം കൊണ്ടായിരിക്കാം. ജനങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പില് BJPക്ക് വോട്ട് ചെയ്യേണ്ടെന്ന് തോന്നിയിട്ടുണ്ടാവാം. അല്ലാതെ വോട്ട് കുറയുന്നതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലല്ലോ. ജനങ്ങൾ വോട്ട് ചെയ്യാത്തതുകൊണ്ടാണ് വോട്ട് കുറഞ്ഞത്. സിമ്പിൾ. സമയത്ത് മാത്രമേ വോട്ട് കൂടുന്നതും വോട്ട് കുറയുന്നതും ജനങ്ങൾ വോട്ട് ചെയ്യുന്നതുകൊണ്ട് വോട്ട് ചെയ്യാത്തതുകൊണ്ടുമാണ്. തൃശ്ശൂർ ഇത്തവണ BJPക്ക് വോട്ട് കുറഞ്ഞത് അത്രയും ജനങ്ങൾ വോട്ട് ചെയ്യാത്തതുകൊണ്ടാണ്. അതല്ല വേറെന്താണ് ആൻസർ ഉള്ളത്? പലയിടത്തും ആൾക്കാരെ അവിടെ എത്തിച്ച് അവിടെ വോട്ട് രേഖപ്പെടുത്തി പല അപ്പാർട്ട്മെന്റിലെയും ഫ്ളാറ്റിലെയും ആളുകളൊക്കെ എത്തിച്ചുകൊണ്ട് വോട്ട് ചെയ്താൽ അവിടെ വോട്ട് കൂടും. അതാണ് 2024 സംഭവിച്ചത്. ക്യാപിറ്റൽ വില്ലേജിൽ മാത്രം ഒരു അഡ്രസ്സിൽ 11 വോട്ടർമാർ. പോട്ടെ, മലപ്പുറത്തു നിന്നുള്ള BJP വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ എവിടെയാണ് വോട്ട് ചെയ്തത്? തൃശ്ശൂരിലാണ് വോട്ട് ചെയ്തത്. ഇങ്ങനെ വോട്ട് ചെയ്താൽ വോട്ട് കൂടില്ലേ? ദിവ്യ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ കേരളം ഭരിക്കുന്നത് BJP ആണോ? തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ കമ്മീഷനാണ്. പിന്നെ ഇത്രയുമൊക്കെ നിങ്ങളുടെ കൺമുമ്പിൽ BJP ഇത്ര ഭീകരമായ കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ കൺമുമ്പിൽ ചെയ്തിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ കുഞ്ഞിക്കണ്ണ സഖാവെ വേറെ വല്ല പണിയും നോക്കുപോയി. ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേടൊക്കെ ചൂണ്ടിക്കാണിച്ചാൽ ആരാണ് ചെയ്യേണ്ടത്, നടപടി എടുക്കേണ്ടത്? ശ്രീ ശ്യാമപ്രസാദ് അതുകൂടി പറയും. തൃശ്ശൂരിലെ ഈ വോട്ട് കൊള്ളയെ കുറിച്ച്, ഈ ക്രമക്കേടിനെ കുറിച്ച് പരാതി നൽകിയതാണ്. എന്ത് നടപടി ഉണ്ടായി? ഒന്നും ഉണ്ടായില്ല. കേരളം ഭരിക്കുന്നത് ആരാണ്? നിങ്ങളുടെ കൺമുമ്പിൽ ഇത്രയും വലിയ കാര്യങ്ങൾ നടന്നപ്പം നിങ്ങളുടെ ബൂത്ത് ഏജൻസിനും നിങ്ങളുടെ പാർട്ടിയെ കൊണ്ടോ ഒരു ചുക്കും ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് ഇടപെടാൻ പറ്റില്ല. സ്റ്റേറ്റ് ഗവൺമെന്റ് ഇടപെടാതെ ഇലക്ഷൻ കമ്മീഷനാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാക്കുന്ന ഇലക്ഷൻ കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് നടപടികൾ മുഴുവൻ തീരുമാനിക്കുന്നതും
ഒക്കെ ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് ആ സംസ്ഥാന പോലീസിന് പോലും പ്രവർത്തിക്കാൻ പറ്റൂ. ഇവിടെ നരേന്ദ്രമോദിയെയും അമേരിക്കൻ പ്രസിഡന്റിനെയും വരെ പാഠം പഠിപ്പിക്കുന്ന വലിയ മഹാന്മാരല്ലേ നിങ്ങള്? അമേരിക്കൻ പ്രസിഡന്റിനെ വരെ ഇവിടെ നിങ്ങൾ തീരുമാനിക്കുമല്ലോ. അതുപോലെ ഗാസയിലൊക്കെ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്ന മഹാശക്തികളായ നിങ്ങൾ ഇവിടെ ഉള്ളപ്പോ BJP ഇത് ചെയ്തു എന്നുണ്ടെങ്കിൽ അത് വലിയ കഷ്ടം. അത് നിങ്ങളുടെ പ്രശ്നം, കുഴപ്പമല്ലേ? നിങ്ങളുടെ കണ്ണും നിങ്ങളുടെ ബൂത്ത് ഏജൻസിന്റെ മുമ്പിലല്ലേ BJP ഈ കള്ളവോട്ടുകൾ മുഴുവൻ ചെയ്തത്? എന്തിനു കൊള്ളാം നിങ്ങളെ കൊണ്ട്? ശരി ഫാറൂഖ്, ഇത്രയധികം വലിയ ക്രമക്കേടും അസ്വാഭാവികതയും ഉണ്ടായിട്ട് നിങ്ങളൊക്കെ നോക്കി നിന്നോ എന്നാണ് ഷാബു പ്രസാദ് ചോദിക്കുന്നത്. ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ല. അത് നിങ്ങൾ ഡേ ബൈ ഡേ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ സ്വർണം മോഷ്ടിക്കാനല്ല ഇന്ന് CPM-നെ കൊണ്ട് ആകെ കൊള്ളാവുന്ന അറിയാവുന്ന ഷാബു പ്രസാദ് ഒരു മിനിറ്റ് ഫാറൂഖ് സംസാരിക്കട്ടെ. ഷാബു പ്രസാദ് ഇപ്പോ BJP ഏതാ പാർട്ടി എന്നാ ചോദിക്കുന്നത്. ഷാബു പ്രസാദ് ചോദിക്കുന്നത് ഇപ്പോൾ BJP ഏതാ പാർട്ടി എന്ന് പോലും ചോദിക്കുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുകയാണ്. ഞാനിതിൻ്റെ മുമ്പൊരു ചർച്ചയിൽ അദ്ദേഹം BJPയുടെ വലിയൊരു വക്താവായിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. ഒരു പ്രതിരോധത്തിൽ നിൽക്കുമ്പോൾ പുള്ളിക്ക് BJP ആരാന്ന് പോലും അറിയുന്നില്ല. കിടക്കട്ടെ അവിടെ. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്കൊരു ആശങ്കയില്ല, BJPക്ക് ഒരു ആശങ്കയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിയാണല്ലോ. കാരണം നരേന്ദ്രമോദി ഒരു സർക്കുലർ കൊടുത്താൽ അത് ഇലക്ഷൻ കമ്മീഷൻ വായിച്ച് അത് നടപ്പിൽ വരുത്തുന്ന ഒരു ഇലക്ഷൻ കമ്മീഷനാണ് ഇന്ത്യയിൽ. അങ്ങനെ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാകുമ്പോൾ പിന്നെ എന്തിനാ BJPക്ക് ആശങ്ക? BJPക്ക് എന്തിനാ ആശങ്ക? ഞാൻ പറഞ്ഞോട്ടെ. ഹലോ, പറഞ്ഞോളൂ ഫാറൂഖ്, കേൾക്കാം. BJPക്ക് ആശങ്ക വേണ്ട. അവർക്ക് സ്വാഭാവികമായിട്ട് അവർക്ക് ഉണ്ടാവില്ല. ഈ രണ്ടാമത്, ഞങ്ങൾ ജയിക്കാൻ വേണ്ടി കശ്മീരിൽ നിന്ന് പോലും വോട്ടർമാരെ കൊണ്ടുവന്ന് ഞങ്ങളുടെ മണ്ഡലത്തിൽ വോട്ട് ചേർത്ത് വോട്ട് ചെയ്യിച്ച് ജയിപ്പിക്കാൻ കഴിവുള്ളവരാണ് ഞങ്ങളെന്ന് പറഞ്ഞത് സാക്ഷാൽ BJP നേതാവ് ശ്രീ ഗോപാലകൃഷ്ണനാണ്. എന്താണ് ശ്രീ ഷാബു പ്രസാദിന് ആ വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്? അതുകൊണ്ട് ഇവിടെ ഒരു കാര്യം പറയുന്നു, ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് BJPയുടെ ഏജന്റാണ്. ആ BJPയുടെ ഏജന്റായി പ്രവർത്തിക്കുന്ന കാലം നമ്മൾ എത്ര ശബ്ദിച്ചിട്ടും കാര്യമില്ല. ഞങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പൊ പാലക്കാട്ടെ ഞാൻ ഒരൊറ്റ കാര്യം പറയാം. പാലക്കാട്ട് ഒരു ഉന്നതനായ BJP നേതാവിൻ്റെ ഒരു അപ്പാർട്ട്മെന്റിലെ 50 വോട്ട്, ആ 50 വോട്ട് ഇവിടെ ഉള്ള വോട്ടല്ല. ആ വോട്ട് ഞങ്ങൾ പറഞ്ഞതിന് പരാതി കൊടുത്തിട്ട് ആ പരാതിயின் പേരിൽ ഒരു തരത്തിലുള്ള നടപടി എടുക്കുന്നില്ല. അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യ. ഇപ്പം അങ്ങനെയാണ് ജനാധിപത്യ ഇന്ത്യ, അങ്ങനെയാണ്. നമ്മളെല്ലാവരും പൗരന്മാരൊക്കെ ആഗ്രഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, പഴയ കാല ഒരു തെരഞ്ഞെടുപ്പുണ്ട്. ആ തെരഞ്ഞെടുപ്പ് തിരിച്ചു വരുമോ? വരണ്ടേ? അത് വരണമെങ്കിൽ ഇതുപോലുള്ള ആളുകൾ വന്നിട്ട് എന്തെല്ലാമാ പറയുന്നത്? സുരേഷ് ഗോപി ജയിച്ചത് 100% ഉറപ്പല്ലേ? ഈ കൃത്രിമത്വത്തിനല്ലേ? അവരുടെ ഡ്രൈവറിന്റെ ഫാമിലിക്ക് വോട്ട് എന്തിനേറെ പറയുന്നത്? തൊട്ടപ്പുറത്തുള്ള അസംബ്ലിയിലെ വടക്കാഞ്ചേരിയിലും ചേലക്കരയിലും തൃത്താല ഉൾപ്പെടെ കുന്നോളം ഉൾപ്പെടെയുള്ള ആളുകൾക്ക് BJPക്കാർ അപ്പുറത്ത് വോട്ട് ചെയ്യുന്നു. അതുപോലെ മലപ്പുറം ജില്ലക്കാർ അവിടെ വോട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർക്ക് തൃശ്ശൂരിൽ വോട്ടില്ല. അവർ നേരെ അവരുടെ സ്ഥലത്ത് അവരുടെ സ്ഥലത്ത് പോയിട്ട് വോട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാം. BJPക്ക് അതിനുള്ള സോഴ്സ് ഉണ്ട്. ആ സോഴ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ കൂടെ ഉണ്ടാകുമ്പോൾ എന്തിനു ഭയപ്പെടുന്നു? അവിടെ ഇനി BLOക്ക് ഒന്നും വലിയ പ്രസക്തി ഉണ്ടാവില്ല. അതാണ് ഇവിടെ സത്യം. അതുകൊണ്ട് ഈ ജനാധിപത്യ ധ്വംസനം നടത്തുന്ന സംഘപരിവാറിനെതിരെയുള്ള ഒരു വലിയ മൂവ്മെന്റ് നമുക്ക് ഉണ്ടാകണം. ഒരു പക്ഷേ അതാണ് ഇന്ന് നമുക്കിവിടെ കാണിക്കുന്നത്. SIRലെ ഇപ്പോഴുള്ള വോട്ടർ പട്ടികയിലെ 22 ലക്ഷം ആളുകളെ ഒഴിവാക്കുന്നു. ഞാൻ പറയുന്നതിൽ അത് മരിച്ച ആളുകൾ മാത്രമല്ല, ഇപ്പോൾ ഉള്ള ആളുകളെ പോലും ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നത് വളരെ ഗൗരവമായി എല്ലാവരും ഏറ്റെടുത്ത് ജനങ്ങൾ തന്നെ ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ള സംശയമില്ല. അതിനുള്ള മറുപടിയാണ് ഫാറൂഖ് പറഞ്ഞത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ നിങ്ങളുടെ കയ്യിലിരിക്കുകയാണ്. അപ്പോൾ പിന്നെ എന്തുമാകാം, ഇനിയും സമയമുണ്ട് ഇതുപോലെയുള്ള ക്രമക്കേടുകൾ നടത്താൻ. അല്ല, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരുടെ കയ്യിലാണ്, എങ്ങനെയായിരുന്നു എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാല് കേന്ദ്ര തെരഞ്ഞെടുപ്പ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിരുന്ന TN ശേഷൻ രാജിവെച്ചതിന് റിട്ടയർ ചെയ്തതിന് ശേഷം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടാണ് LK അദ്വാനിക്കെതിരെ മത്സരിച്ചത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന ഒരൊറ്റ കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഒന്ന് ഇടപെട്ടോട്ടെ. ആ കാലത്ത് ഇതുപോലെ വോട്ട് ചോരി കേട്ടിട്ടുണ്ടോ?
എനിക്ക് പറയുന്ന കേൾക്കാം, ഞാൻ അതിലേക്ക് അല്ല വരാം. അല്ല ഇത് അല്ല 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 അത് ഇല്ല, പറയണമല്ലോ. കഴിഞ്ഞ ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ 5 ഭരിക്കുന്ന വർഷം, കാലത്ത് അല്ലെങ്കിൽ 10 വർഷം അത്രേ ആയുള്ളൂ ഈ രീതിയിലുള്ള വോട്ടുകളുടെ ആരോപണം ഉന്നയിക്കപ്പെട്ട് തുടങ്ങിയിട്ട്. അതിനുള്ള കൃത്യമായ തെളിവുകൾ ഈ കഴിഞ്ഞ കോൺഗ്രസ് കാലത്ത് ഭരിക്കുന്ന കാലത്ത് ഏതെങ്കിലും സമയത്ത് BJPക്ക് ഇതുപോലൊരു ആരോപണം ഉന്നയിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഞാനിവിടെ ഇരിക്കുന്നത്. അതുപോലെ ശരി, ശിവപ്രസാദ് MS പറഞ്ഞോളൂ. ഗില്ല് പറയും MS ഗില്ല് റിട്ടയർ ചെയ്തതിന് ശേഷം കോൺഗ്രസിൽ ചേർന്ന് രാജ്യസഭാ മെമ്പറായി ഈ രാജ്യത്തെ മന്ത്രിയായി. ആ മന്ത്രിയുടെ കാലത്ത് ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതികളിൽ ഒന്ന് നടന്നു, CWC അഴിമതി. പിന്നെ ഇനി നിങ്ങൾ പറഞ്ഞതില്ലേ അന്നൊക്കെ വോട്ട് ചോരി എന്ന ആരോപണം ഉണ്ടായിട്ടുണ്ടോ എന്നാണ്. ഇല്ല, ഉണ്ടായിട്ടില്ല. ആരാണ് ആരോപണം ഉന്നയിക്കേണ്ടത്? പ്രതിപക്ഷമാണ് ഉന്നയിക്കേണ്ടത്, BJP ആണ് ഉന്നയിക്കേണ്ടത്. പരാതി ഇല്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇല്ല. പക്ഷെ ഈ രാജ്യത്തെ ഒരു ഭരണഘടനാ സ്ഥാപനത്തിലെ ഈ ലോകത്തിന്റെ മുമ്പിൽ, പബ്ലിക്കിന്റെ മുമ്പിൽ അപമാനിക്കുന്ന രീതിയിലുള്ള നിലപാട് ഭരണഘടനാ സ്ഥാപനത്തിന്റെ വിശ്വാസം തന്നെയാണ് ഇപ്പോൾ തകർന്നിട്ടുള്ളത്. ശ്രീ ശിവപ്രസാദ്, ആരാണ് എങ്ങനെയാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ നിയമിക്കുന്നത് പോലും അത് ആരുടെ കയ്യിലാണുള്ളത്? ജനാധിപത്യ സംവിധാനം മുഴുവനും കുഴപ്പമാണ് എന്ന് വരുത്തി ലോകത്തിന്റെ മുമ്പിൽ നിങ്ങൾ നാണം കെടുത്താൻ ഇറങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് ഈ വോട്ട് ചോരി ഇപ്പൊ നടന്നിരിക്കുന്നത്, ഈ ആരോപണം വന്നിരിക്കുന്നത്. BJP നിങ്ങൾ പറഞ്ഞ ഈ വൃത്തികേട് ചെയ്തിട്ടില്ല. ഒരു മറുപടി പറഞ്ഞോട്ടെ. മറ്റൊന്നുകൂടി മറ്റൊന്നുകൂടി ഇപ്പൊ തിരുവനന്തപുരത്ത് BJP ജയിച്ചല്ലോ. BJP ആണ് അവിടെ, BJP മേലുണ്ട്. വോട്ട് ചോരി നടന്നിട്ടുണ്ടോ സഖാവെ? നിങ്ങളൊന്ന് പറയണേ, അതൊന്ന് വ്യക്തമാക്കണം. BJP ജയിക്കുന്നിടത്തെല്ലാം വോട്ട് ചോരിയാണെന്നാണല്ലോ 10-30 കൊല്ലമായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ഹുദാഗവായായി. അതും വോട്ട് ചോരി കൊണ്ടാണോ എന്നുള്ളതൊന്ന് പറയണം. അപ്പൊ BJP ജയിക്കുന്നതെല്ലാം വോട്ട് ചോരി കൊണ്ട്, കോൺഗ്രസ് ഇവർ ജയിക്കുന്നതെല്ലാം ജനാധിപത്യ സംരക്ഷണം. ഇതിന്റെ പച്ചക്ക്, ഈ നിലപാടിന്റെ പച്ചയായ പേരാണ് ഈ വോട്ട് ചോരി നടന്നു എന്ന് വെറുതെ പറയുന്നതല്ല, അതിന് കൃത്യമായ കണക്കുകൾ, തെളിവുകൾ ഒക്കെ ഉണ്ട്. അത് തൃശ്ശൂരിലേതുമുണ്ട്, ഏറ്റവും ഒടുവിൽ പാലക്കാടുണ്ട്. തിരുവനന്തപുരത്ത് നടന്നിട്ടുണ്ടോ? തിരുവനന്തപുരത്ത് കോർപ്പറേഷനിലെ കണക്കുകൾ, അതിൽ അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് സംബന്ധിച്ച് വിശദമായ പരിശോധന വേണ്ടതുണ്ട്. സമ്മതിച്ചു. ശരി, രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണത്തിന് ഒരു അര മറുപടിയെങ്കിലും ഇലക്ഷൻ കമ്മീഷനോ നരേന്ദ്രമോദിക്കോ നൽകാൻ കഴിഞ്ഞിട്ടുണ്ടോ? സർ, ഇവിടെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ നീങ്ങുന്നതേയുള്ളൂ. പക്ഷേ അതിന് മുൻപായി തന്നെ നേമത്ത് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ. ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഈ കണക്കുകൾ, ഈ അസ്വാഭാവികതയ്ക്ക് പുറത്തു വരുമ്പോൾ ആ സ്ഥാനാർത്ഥിത്വത്തെ അത്ര നിഷ്കളങ്കമായി കാണുന്നുണ്ടോ CPM? ഇല്ല. ഇപ്പോൾ നേമത്തും ആറ്റിങ്ങലുമൊക്കെ BJP അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെ സ്ഥാനാർത്ഥികളായി മുൻകൂട്ടി തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഒരു ആസൂത്രണ ബുദ്ധിയിൽ എന്താണ്, ഇലക്ഷൻ കമ്മീഷൻ ഈ SIR വഴിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാഹചര്യത്തെ ഉപയോഗിച്ച് അവർക്ക് ജയിച്ചു കയറാൻ കഴിയുമെന്നാണ് അവർ ചിന്തിക്കുന്നത്. ഞാൻ പറയട്ടെ. ഇതൊന്ന് പറയൂ, തിരുവനന്തപുരത്ത് വോട്ട് ചോരിയിലാണോ BJP ഇത്തവണ ജയിച്ചത്? നിങ്ങൾക്ക് അങ്ങനെ ഒരു ആരോപണം ഉണ്ടോ? ഈ തിരുവനന്തപുരത്ത് വോട്ട് ചോരിക്ക് വേണ്ടി നിങ്ങൾ എല്ലാ ശ്രമവും നടത്തുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. SIRന്റെ അടിസ്ഥാനത്തിലുള്ള ലിസ്റ്റ് വെച്ചിട്ടല്ല. ഷാബു പ്രസാദെ, പ്രാഥമികമായിട്ട് ഇത്തരം ചർച്ചയിൽ വരുമ്പോൾ അങ്ങ് മനസ്സിലാക്കേണ്ടത്, ഇവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നത് 2024 തെരഞ്ഞെടുപ്പ് നടത്തിയ വോട്ടേഴ്സ് ലിസ്റ്റ് വെച്ചിട്ടല്ല. മിസ്റ്റർ ഷാബു പ്രസാദ്, അങ്ങ് വെറുതെ ഈ ചർച്ചയെ അലങ്കോലപ്പെടുത്താമെന്ന് വിചാരിക്കേണ്ട കേട്ടോ. അങ്ങയുടെ പ്രതിരോധം നഷ്ടപ്പെട്ട അവസ്ഥ മറ്റുള്ളവരെയും കൂടി അങ്ങ് കലക്കിക്കളിയാ, അലമ്പാക്കിക്കള ചർച്ച എന്ന് ചിന്തിക്കരുത്. അത് ചെയ്യാവുന്ന ലൈനല്ല. അത്തരത്തിലുള്ള താങ്കൾ ഇപ്പൊ എന്താണ് പറയുന്നത്? തിരുവനന്തപുരത്ത് ഈ തെരഞ്ഞെടുപ്പ് നടന്നത്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നത് 2024 വോട്ടേഴ്സ് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലല്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നത് 2004. സംസാരിച്ചു തീർക്കട്ടെ, ഞാൻ താങ്കളിലേക്ക് വരാം. അല്ല ഷാബു പ്രസാദെ, നിങ്ങൾ വെറുതെ നിങ്ങൾക്ക് പ്രതിരോധം നഷ്ടപ്പെട്ടു. നിങ്ങൾ BJP നടത്തിയ വോട്ട് ചോരി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ച് കേന്ദ്രമന്ത്രിയാക്കിയ നിങ്ങളുടെ പാർട്ടി വോട്ട് ചോരിയിലൂടെയാണ് ആ MP സ്ഥാനം നേടിയെടുത്തത് എന്ന് വ്യക്തമായിരിക്കുകയാണ് ഇപ്പോ. അങ്ങനെ വ്യക്തമാകുന്ന ഒരു ഘട്ടത്തില് നിങ്ങൾ ഇപ്പൊ എന്താണ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്ന് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടേഴ്സ് ലിസ്റ്റ് വെച്ചല്ല മിസ്റ്റർ. തിരുവനന്തപുരത്ത് വോട്ട് ചോരി നടന്നോ ഇല്ലയോ? ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. അദ്ദേഹം പറഞ്ഞത് തന്നെയാണ്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പ് നടന്നത് അത് ഏത് വോട്ടർ പട്ടിക വെച്ചിട്ടാണ് എന്ന് കൂടി പറയൂ. അപ്പോഴല്ല, ഇപ്പോൾ തന്നെ അപ്പോഴല്ല, ഇപ്പോൾ പറഞ്ഞിട്ട് ഉരുട്ട് കളിക്കരുത്. നിങ്ങളുടെ വ്യാഖ്യാനം അതല്ലല്ലോ. BJP ജയിക്കുന്നുണ്ടെങ്കിൽ അത് വോട്ട് ചോരിയിലൂടെയാണ്. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് BJP ജയിച്ചത് വോട്ട് ചോരിയിലൂടെ അല്ല.
അപ്പോൾ BJPക്ക് വോട്ട് ചോരിയിലൂടെ അല്ലാതെയും ഇവിടെ ജയിക്കും. അതാണല്ലോ കറക്റ്റ്. ഇത് തന്നെയുള്ളൂ. അപ്പൊ അല്ലാതെ ഇവിടെ അങ്ങനെ ഒരു ആരോപണം BJP ജയിച്ചപ്പോൾ വോട്ട് ചോരി ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ എല്ലായിടവും എപ്പോഴും അങ്ങനെ തന്നെയാണത്. BJP പല സ്ഥലത്തും എങ്ങനെയാണ് ജയിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. സമൂഹത്തെ അങ്ങേയറ്റം വർഗീയമായി ധ്രുവീകരിച്ചും മറ്റൊരർത്ഥത്തിൽ എന്താണ് വലിയ രീതിയിൽ വോട്ട് കച്ചവടം നടത്തിയാണ് നിങ്ങൾ ജയിക്കുന്നത്. പണം ഇറക്കിക്കൊണ്ടാണ്. ഇപ്പൊ എന്താണ് ഇലക്ട്രൽ ബോണ്ട് വഴി പണം സ്വീകരിക്കാൻ പാടില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടും 3000 ചില്ലാനം കോടി രൂപയാണ് നിങ്ങൾ ഇലക്ട്രൽ ബോണ്ട് വഴി ഇപ്പൊ നിങ്ങളുടെ അക്കൗണ്ട് വന്നിരിക്കുന്നത്, നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. എന്താണ് ഷാബു പ്രസാദ്, ഈ രാജ്യം വെള്ളരിക്കപ്പെട്ടതാണോ? ലാറ്റിൻ അമേരിക്കയിലെ ബനാന റിപ്പബ്ലിക്കിന് സമാനമായോ? കോടതി പറയുന്നത് പോലും കേൾക്കുന്നില്ല. ഇപ്പോഴത്തെ ദേശീയ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടല്ലോ, മിസ്റ്റർ ഗാനേഷ് കുമാർ, സുപ്രീം കോടതി ഈ SIR കാര്യത്തിൽ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ പറഞ്ഞപ്പോൾ അതനുസരിക്കാൻ കൂട്ടാക്കാത്ത ആളാണ്. സുപ്രീം കോടതി അനുസരിക്കാൻ ഇലക്ഷൻ കമ്മീഷന് ഭരണഘടനാപരമായി ബാധ്യതയില്ല എന്ന നിലപാട് സ്വീകരിച്ച ആളാണ്. അപ്പോ അദ്ദേഹം അനുസരിക്കുന്ന എവിടെയാണ് നാഗപ്പൂര് പറയുന്നതാണ്, അദ്ദേഹം അനുസരിക്കുന്ന എന്താണ് മോഡി പറയുന്നതാണ്. അപ്പൊ മോഡിയും നാഗപ്പൂരുമല്ല ഈ രാജ്യത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഈ രാജ്യത്തിന് ഭരണഘടനയുണ്ട്, അതിൽ ജനപ്രാതിനിധ്യ നിയമം എന്താണെന്നുണ്ട്, സമ്മതിദാനാവകാശ നിയമം എന്താണെന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. അങ്ങനെയല്ല നിങ്ങൾ വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ സമയം കൊടുത്തോ? അല്ല, ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല. ഇദ്ദേഹത്തെ പോലെ എന്താണ് മറ്റുള്ളവരുടെ സമയത്ത് കയറിയിട്ട് ബഹളം വെക്കുക. താങ്കൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾ ആരും ബഹളം വെക്കുന്നില്ലല്ലോ. നിങ്ങൾ സംസാരിച്ചു, അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്ത് താങ്കളോട് ഒരു ചോദ്യം ചോദിച്ചാൽ താങ്കൾക്ക് ഉത്തരയില്ല. താങ്കൾ പ്രതിരോധത്തിലാണ്. എന്തുകൊണ്ട് മൂത്താന്തറയില് നിങ്ങളുടെ മൂത്താന്തറയിൽ മറ്റു പാർട്ടിക്കാർക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത സ്ഥലത്ത് നിങ്ങളുടെ ആളുകള് 200-100 വോട്ട് ഒരു വീട്ടിൽ ചേർക്കുന്നു, ഒരു അപ്പാർട്ട്മെന്റിൽ ചേർക്കുന്നു. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ച മണ്ഡലത്തിൽ എങ്ങനെയാണ് ഒരു വീട്ടിൽ ആ കുടുംബവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത 11 പേരുടെ വോട്ടുണ്ടായത്? ഇതിനെല്ലാം കേരളീയ സമൂഹത്തോട് നിങ്ങൾ ഉത്തരം പറയാൻ ബാധ്യതപ്പെട്ടവരാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ വടക്കേ ഇന്ത്യയിൽ നടപ്പാക്കുന്ന പദ്ധതി കേരളത്തിൽ അത്ര എളുപ്പം നടപ്പാക്കാൻ പറ്റില്ല. എല്ലാ തലത്തിലും അതിനെ ഞങ്ങൾ പ്രതിരോധിക്കും. അതിനെ പ്രതിരോധിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. ഇപ്പോ വോട്ടേഴ്സ് ലിസ്റ്റ് ഈ SIRന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ പരിശോധന നടത്താൻ പോലും ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായില്ല. BLOവർക്ക് അതിന് സമയം കൊടുത്തില്ല. നിങ്ങൾ നിർബന്ധിച്ച് അവരെ വല്ലാത്ത രീതിയിലുള്ള സ്ട്രെയിനിലേക്ക് തള്ളിവിട്ടുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു വോട്ടേഴ്സ് പട്ടിക ഉണ്ടാക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത്. അതാണിപ്പോ 24 ലക്ഷം ആളുകൾ കേരളം പോലെ ഒരു സമൂഹത്തിൽ നിന്ന് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്തുപോയി എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ലത്. ഇനി പറയാം, വെറുതെ വാഗ്വാദം കൊണ്ടോ വാക്കുതർക്കം കൊണ്ടോ കാര്യമില്ല. എന്ത് പോയിന്റ് ആണ് ശിവപ്രസാദിന് ഉന്നയിക്കാനുള്ളത്? ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. അതായത് ഇവർ പറയുന്നത് എന്താണ്, എപ്പോഴും BJP ജയിച്ചാൽ അത് വോട്ട് ചോരിയാണ്. വോട്ട് ചോരിയിൽ കൂടെ മാത്രമേ BJP ജയിക്കുകയുള്ളൂ. ഇതാണല്ലോ നിങ്ങളടക്കം മീഡിയ അടക്കം പറഞ്ഞു വെക്കുന്ന നെറേറ്റീവ്. അങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP വൻ വിജയം നേടിയത്. ഇത് വോട്ട് ചോരിയാണോ എന്ന് പറയുമ്പോൾ അത് വോട്ട് ചോരിയല്ല. കാര്യം അത് ഇവിടുത്തെ വോട്ടേഴ്സ് ലിസ്റ്റ് വേറെയാണ്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ട് വന്നിരുന്നത് മുഴുവനും വെറുതെയല്ലേ? പിന്നെ ഈ പറഞ്ഞ പോലെ കുഞ്ഞിക്കണ്ണൻ ഇവിടെ പറഞ്ഞു, നിങ്ങൾ വിചാരിക്കും അങ്ങനെ നിങ്ങൾക്കങ്ങ് ജയിച്ചു പോകാൻ കേരളം വെള്ളരിക്കപ്പെട്ടണമല്ല എന്ന്. ഈ നിങ്ങൾ പറഞ്ഞ അങ്ങനെയെങ്കിൽ ഈ നിങ്ങളുടെ കൺമുമ്പിലൂടെയാണ് വോട്ട്, നിങ്ങളുടെ ഈ ആരോപണം പ്രകാരം സുരേഷ് ഗോപി ജയിച്ചു പോയത്. അപ്പൊ കേരളം വെള്ളരിക്കപ്പെട്ടണമായിരുന്നോ കഴിഞ്ഞ ഇലക്ഷന്? ഇത്രയും കാലം അങ്ങനെയെങ്കിൽ ഇക്കണ്ട കാലം മുഴുവൻ ഈ കേരളത്തെ ഭരിച്ച് മുടിച്ച് വെള്ളരിക്കപ്പെട്ടണമാക്കിയതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഇരുവർക്കുമാണ്. ശരി, ഞാൻ ഷാബുക്ക് വരാം. സമയക്കുറവുണ്ട്. എന്തായാലും ഇനി അധികം സമയമില്ല. നമുക്ക് ഇപ്പോൾ കരട് പട്ടിക 2 ദിവസം കഴിയുമ്പോൾ വരും. അത് കഴിഞ്ഞാൽ അന്തിമ പട്ടിക വരും. അതിനിടയിലും നമുക്ക് ആളുകളെ ചേർക്കാനും ഡിലീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ആഡ് ചെയ്യാനുമുള്ള സമയമുണ്ട്. ഇതുപോലെയുള്ള അസ്വാഭാവികത ഇനിയും കടന്നുകൂടാൻ സാധ്യതയില്ലേ വോട്ടർ പട്ടികയിൽ? എന്നോടാണോ? അതെ, താങ്കളോടാണ്. അതെ, അദ്ദേഹം ഒരു കാര്യം മനസ്സിലായി. ഈ ശ്രീ ഷാബു പ്രസാദ് അവർക്ക് വല്ലാണ്ട് നോവുന്നുണ്ട്. അദ്ദേഹം BJP അല്ല എന്നൊക്കെ അവിടെ ഒരു ഷർട്ടിൽ ഒരു പക്ഷേ എഴുതി വെക്കേണ്ടി വരും, എന്നാലേ മനസ്സിലാവുള്ളൂ. അങ്ങയുടെ പെർഫോമൻസ് കാണുമ്പോൾ 100% ഉറപ്പാണല്ലോ അങ്ങ് BJP-കാരൻ തന്നെയാണ്. സ്വാഭാവികമായിട്ടും ആ സെക്ഷനെ കാണിക്കുന്നു. അദ്ദേഹം പറഞ്ഞു പഴയ ഇലക്ഷൻ കമ്മീഷൻ അങ്ങയുടെ ഈ വെപ്രാളം കാണുമ്പോൾ എനിക്ക് മറുപടി ഇല്ലാതിരിക്കുമ്പോൾ സ്വാഭാവികം ഞങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറയട്ടെ, പിന്നെ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരു മിനിറ്റ്, അദ്ദേഹം പറഞ്ഞു ഞാൻ പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് തോക്കുമ്പോൾ
അവർ ഓരോരോ സംഗതികൾ കൊണ്ടുവരികയാണെന്ന്. ഞാനൊരൊറ്റ കാര്യം ചോദിക്കട്ടെ. പവർ പോയിന്റ് പ്രസൻറ്റേഷൻ വഴി ശ്രീ രാഹുൽ ഗാന്ധി വ്യക്തമായ തെളിവുകളോടുകൂടി അദ്ദേഹം ഇവിടെ കൃത്രിമമായി വോട്ടുകൾ നടന്നിട്ടുണ്ട്, അനധികൃതമായി വോട്ടുകൾ ചേർത്തിട്ടുണ്ട്, ഇന്ന വീട്ടു നമ്പർ, ഇന്ന കടകളുടെ നമ്പർ, ഇന്ന വ്യക്തികൾ പേര് സഹിതം. ഞാൻ ചോദിക്കട്ടെ ശ്രീ ഷാബു പ്രസാദ്, ആർക്കെങ്കിലും പേര് SKMGP എന്നോ അച്ഛന്റെ പേര് RPTF എന്നൊക്കെ ഉണ്ടാവോ? അത് ചോദിച്ചിട്ട് ഇലക്ഷൻ കമ്മീഷനോട് പറഞ്ഞു നിങ്ങൾ നടപടി എടുക്കണം, അന്വേഷിക്കണം എന്ന് പറഞ്ഞപ്പോ ഈ നരേന്ദ്രമോദിയുടെ ചട്ടകമായി പ്രവർത്തിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ എന്ത് മറുപടിയാ കൊടുത്തത്? രാഹുൽ ഗാന്ധി ഞങ്ങൾ പിടിച്ച് ജയിലിൽ കൊണ്ടിടുമെന്നാ പറഞ്ഞത്. ഇതാണോ മറുപടി? ഇങ്ങനെയാണോ മറുപടി പറയേണ്ടത്? വ്യക്തമായ തെളിവുകളോട് കൂടിയാണ് ശ്രീ രാഹുൽ ഗാന്ധി, ഇന്ത്യയുടെ ഒരു പ്രതീക്ഷയായി ശ്രീ രാഹുൽ ഗാന്ധി ഈ രാജ്യത്ത് ഒരു കാര്യം പറയുന്നു, ഞങ്ങൾ ഇവിടെ നിങ്ങൾ കേവലം ഒരു ചെറിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചത്, ഒരിക്കലും ആ ജയിച്ചത് BJPക്ക് കിട്ടിയ വോട്ട് കൊണ്ടല്ല, നിങ്ങൾ ഇതുപോലെ കൃത്രിമം നടത്തിയിട്ടാണ് എന്ന് 1000 വട്ടം ആവർത്തിച്ച് പറയാൻ ഞങ്ങൾക്ക് കഴിയും. കൃത്രിമം നടത്തിയിട്ടാണ് 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരേ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിലെവിടെയാണ് ഇരട്ട വോട്ടുകൾ ഉണ്ടെങ്കിൽ കണ്ടെത്താനുള്ള സംവിധാനമുള്ളത്? അല്ലെങ്കിൽ ഒരേ എപ്പിക് നമ്പറിൽ 2 ഇടങ്ങളിൽ വോട്ട് ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെയാണ് കണ്ടെത്താൻ കഴിയുക? എന്തുകൊണ്ട് ആധാർ പോലും ലിങ്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം ഒരുക്കുന്നില്ല? അങ്ങനെ സുതാര്യമാക്കണമെങ്കിൽ അത് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അതാണ് വേണ്ടത്. ഈ ആവശ്യം ഇവിടെ ഇതിന്റെ EVM നടപ്പാക്കിയതിനെതിരെ, EVM നടത്തുന്നതിനെതിരെ ഇവിടെ കിടന്ന് ബഹളം വെക്കുകയാണ്. ഇനി ആധാർ ലിങ്കിങ് കൂടെ ചെയ്യുമ്പോൾ അതിന്റെ പേരിലുള്ള വേറെ വരും. ഈ ആവശ്യം മീഡിയയിൽ നിന്നും രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഉയരട്ടെ. അതാണ് വേണ്ടത്. തീർച്ചയായും ആധാർ ലിങ്ക് ചെയ്യണം. ആധാർ ലിങ്ക് ചെയ്യണം, ചെയ്തിട്ടില്ല. ഒരേ ചിത്രമുള്ള 2 വോട്ടർ ഐഡികൾ വന്നു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാനുള്ള സംവിധാനം വേണമെങ്കിൽ ഒരുക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ബ്രസീലിയൻ യുവതിയുടെ പടമുള്ള നിരവധി വോട്ടർ ഐഡികൾ ഉണ്ടായത്. അതിന് നിയമനിർമ്മാണം നടത്തണം, ആ പാർലമെന്റിൽ ചർച്ച നടക്കണം, ഒരുപാട് കാര്യങ്ങൾ അതിന്റെ നടപടിക്രമങ്ങളുണ്ട്. അതിനിയും വരും. നിയമം വന്നു കഴിഞ്ഞാൽ അപ്പോഴും നിങ്ങൾ ഇവിടെ കിടന്ന് തുള്ളിച്ചാടും. ഇത് ജനാധിപത്യത്തിനെ കശാപ്പ് ചെയ്യുകയാണെന്നും പറഞ്ഞിട്ട് വരണം, തീർച്ചയായും വരണം. ശരി ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഇത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുക തന്നെയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും നോക്കൂ, നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുക്കാൻ പോവുകയാണ്. നിങ്ങളിപ്പോൾ പറഞ്ഞു താഴെത്തട്ടിൽ തന്നെ ഇറങ്ങി ഇക്കാര്യത്തിൽ ഒരു വിശദമായ പരിശോധന, എവിടെ പോയി അൺട്രേസബിൾ ആളുകൾ എന്നത് പരിശോധിക്കുമെന്ന് പറഞ്ഞു. നിയമസഭാ ഒരുക്കങ്ങളിലേക്ക് കടക്കുമോ? ഇക്കാര്യത്തിൽ വിശദമായ പരിശോധനയിലേക്ക് പോകുമോ? എത്രത്തോളം പോസിബിൾ ആണ് അത് രണ്ടും? സാധ്യമായ രീതിയിൽ ഇതിനെ പ്രതിരോധിക്കും. ഇപ്പോൾ ഒരു രാജ്യത്തൊരു നിയമം വന്നു കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ ആ നടപടിയിൽ നിർബന്ധം പിടിച്ച് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, തെരഞ്ഞെടുപ്പ് പങ്കെടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം അതിലിടപെട്ടുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ് 23-ാം തീയതി. ആ ലിസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആരൊക്കെയാണ് കണ്ടെത്താൻ കഴിയാത്തവർ എന്ന് നോക്കി അവരെ കണ്ടെത്തി വോട്ടർ പട്ടികയിലേക്ക് കൊണ്ടുവരാനുള്ള വലിയ നീക്കം നടത്തും. അതേപോലെ തന്നെ അപ്പോൾ കൂടുതൽ വ്യക്തമാവും BJPക്കാർ ഈ തൃശ്ശൂർ ഉൾപ്പെടെയുള്ള നിയോജക മണ്ഡലങ്ങൾ, ഇപ്പോൾ 20 മണ്ഡലങ്ങളിൽ അവർ 1ാം സ്ഥാനവും 2ാം സ്ഥാനവും പറഞ്ഞു. ഇവിടെ എങ്ങനെയാണ് ഇത്രയധികം വോട്ടർമാരെ കാണാതായത്? അവരെ കണ്ടെത്താൻ കഴിയാത്ത എന്തുകൊണ്ടാണ്? അത് BJP നേരത്തെ നടത്തിയ വോട്ട് കൊള്ളയുടെ ഭാഗമായിട്ടാണോ എന്ന പ്രശ്നം കൂടി കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ അസലായിട്ട് തുറന്നു കാണിക്കപ്പെടും. വരാൻ പോകുന്ന ഈ അന്തിമ പട്ടിക വരുമ്പോൾ നമ്മൾ ബീഹാറിലും മറ്റ് രാജസ്ഥാനിലും ബംഗാളിലും ഒക്കെ കണ്ടതുപോലെയുള്ള ലക്ഷങ്ങൾ ഒഴിവാക്കപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാകുമോ, അതോ ജാഗ്രതയുണ്ടാകുമോ ഇക്കാര്യത്തിൽ? തീർച്ചയായിട്ടും ജാഗ്രത ഉണ്ടാവും. ഞങ്ങളൊരു വലിയ വിജയത്തിൻ്റെ ആഹ്ലാദത്തിലോ അതിൻ്റെ വലിയ കോൺഫിഡൻറ്റിലൊക്കെ നിൽക്കുമ്പോൾ പോലും ഞങ്ങളുടെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി UDFും എല്ലാം വളരെ ഗൗരവമായി SIRുമായി ഞങ്ങൾ ബന്ധപ്പെട്ട് ഓരോ അസംബ്ലിയിലും ഓരോ KPCC ഭാരവാഹിക്ക് ചാർജ് കൊടുത്തുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ അതിൻ്റെ മീറ്റിംഗ് ചേർന്നുകൊണ്ട് വളരെ ഗൗരവത്തിൽ സീരിയസ് ആയിട്ട് ഈ വിഷയം എടുത്തിട്ടുണ്ട്. ബീഹാർ പോലെ ഒന്നും കേരളമാകില്ല. ഞങ്ങളത് ഇവിടുത്തെ ജനാധിപത്യം സംരക്ഷിക്കാൻ, ഇവിടുത്തെ ഇലക്ഷൻ, ആ ഇലക്ഷൻ്റെ യഥാർത്ഥത്തിൽ നല്ല രീതിയിലുള്ള നിഷ്പക്ഷമായ ഒരു ഇലക്ഷൻ നടന്ന് മുന്നോട്ട് പോകുന്ന ആ ജനാധിപത്യത്തിൻ്റെ ഒരു നല്ല കാലത്തിന് വേണ്ടി ഞങ്ങൾ സജ്ജരാണ്. തീർച്ചയായിട്ടും അതിനുള്ള ഒരു വലിയ ഒരുക്കം കേരള പ്രദേശ് പലയിടങ്ങളിലായി ഉണ്ടായിട്ടുള്ളത് നമ്മൾ കണ്ടതാണ്. അതിന്റെ തെളിവുകളും നമ്മുടെ മുന്നിലുണ്ട്. അത്തരത്തിൽ കേരളത്തിൽ സംഭവിക്കാതിരിക്കട്ടെ ഇനിയെങ്കിലും. എന്തായാലും സംഭവിച്ചതിന്റെ കുറേയേറെ തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇനി അന്തിമ വോട്ടർ പട്ടിക വരുമ്പോൾ നമ്മൾ ആശങ്കപ്പെടുന്നത് പോലെ ലക്ഷക്കണക്കിന് ആളുകൾ ആ വോട്ടർ പട്ടികയിൽ
നിന്ന് പുറത്തു പോകാതിരിക്കട്ടെ. അർഹരെല്ലാവരും ആ വോട്ടർ പട്ടികയിൽ ഉണ്ടാകട്ടെ. നന്ദി അതിഥികൾക്ക് ചർച്ചയിൽ പങ്കെടുത്തതിന്.